ഒന്നുമല്ല. ഞാനൊരു BDJSൻ്റെ ഒരംഗമാണ്. ഒരു SNDP യോഗം നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് സമത്വ മുന്നേറ്റ യാത്ര നീതി ലഭിക്കാൻ വേണ്ടിയാണ് അത് തുടങ്ങിയത്. അതിൻ്റെ അവസാനമാണ് ഈ BDJSൻ്റെ ഉത്ഭവം. അതിനു മുമ്പ് SNDP യോഗത്തിലെ യോഗ രംഗത്ത് നിൽക്കുന്നവർക്കെല്ലാം ഒരു പാർട്ടി വേണമെന്നുള്ള തീരുമാനം എടുക്കണമെന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ അപ്പോഴൊക്കെ വെള്ളാപ്പള്ളി നടേശൻ പാർട്ടി ഇവിടെ SNDP യോഗത്തിൽ വന്നാൽ SNDP യോഗം പല രാഷ്ട്രീയക്കാരും കൊണ്ട് അത് ശരിയാവുകയില്ല എന്ന് പറഞ്ഞു. അവസാനം എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ് നടന്നു. SNDP യോഗത്തിൻ്റെ പരമാധികാര സഭയായ കൗൺസില്, എല്ലാ യൂണിയൻ നേതാക്കന്മാർ, സെക്രട്ടറി പ്രസിഡന്റുമാർ, ബോർഡ് മെമ്പർമാരെല്ലാവരും കൂടെ കൂടിക്കൊണ്ട്, വനിതാ സംഘം, യൂത്ത് മൂവ്മെൻറ്റ് എല്ലാവരും കൂടിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടന്നു. അന്ന് ജനറൽ സെക്രട്ടറി എല്ലാവരുടെയും കയ്യിൽ ഒരു തുണ്ട് കടലാസും പേനയും കൊടുത്തു. ഇത് യെസ് ഓർ നോ, പാർട്ടി വേണോ വേണ്ടയോ, വേറെ ഒന്നും നിങ്ങൾ എഴുതണ്ട, വേറെ പ്രസംഗങ്ങളും വേണ്ട ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ 4 പേരാണ് നോ എഴുതിയത്. ബാക്കി അവിടെ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ പാർട്ടി വേണമെന്ന് പറഞ്ഞു. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പാർട്ടി ഉണ്ടാക്കിയിട്ട് അത് നടപ്പാക്കാനായിട്ട് ഉള്ള ഫയൽ ജനറൽ സെക്രട്ടറിയെ ഏൽപ്പിക്കും. ആ പ്രാവശ്യം ഇവരെല്ലാവരും എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ കൗൺസിലിന് തീരുമാനം കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ വലിയ നേതാക്കന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ മീറ്റിങ്ങിലൊന്നും എനിക്ക് പങ്കെടുക്കാനൊന്നും, ഇവിടെ നേതാവെന്നൊക്കെ പറഞ്ഞു. ഞാൻ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ, തുഷാറിൻ്റെ അമ്മ, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ആ തീരുമാനം എടുത്ത് അവർ മുന്നോട്ട് പോവുകയും ജനറൽ സെക്രട്ടറി അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊന്നും അറിയുന്നില്ല. സമത്വ മുന്നേറ്റ യാത്ര നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളത് തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു കൊടി, ഒരു പാർട്ടിയുടെ പേര് ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ ആ സ്റ്റേജിലാണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. BDJS എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി അന്നേരം ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന്. ഭാരതീയ ജനതാ പാർട്ടി ആണെന്ന് അവർ BDJSന് പറയാനായിട്ട് പോലും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടി ഉയർത്തി തരാം, നിങ്ങൾ അതുമായിട്ട് പൊയ്ക്കോണം. SNDP യോഗത്തിൽ ഒരു കാലുഷ്യവും നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ സ്വന്തമായിട്ട് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഒരു കൂട്ടായ്മയിൽ കൂടി പാർട്ടി ഉണ്ടാക്കിക്കോണം. അങ്ങനെ വന്നു. ആ പാർട്ടി വന്നു കഴിഞ്ഞിട്ട് ഞാനും ഒരു മെമ്പർഷിപ്പ് അതിനകത്ത് എടുക്കാൻ കാര്യമെന്ന് പറഞ്ഞാൽ, കൊല്ലം SM കോളേജിൽ ശങ്കർ സാറിൻ്റെ ഒരു പ്രതിമ അനാച്ഛാദനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ക്ഷണിക്കാനായിട്ട് ഡൽഹിയിൽ പോയപ്പോൾ വെള്ളാപ്പള്ളി യാത്ര ചെയ്യുന്നതിൻ്റെ കൂടെ ഞാനും പോകും. അങ്ങനെ പോയി അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് എനിക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പോൾ വെള്ളാപ്പള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ സിറ്റിംഗ് റൂമിൽ ഇരുന്നാൽ മതി, ഞങ്ങൾ പ്രധാനമന്ത്രിയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞിട്ട് സൗകര്യപ്പെടുവാണെങ്കിൽ നിങ്ങളെ അകത്തേക്ക് വിളിക്കാം, അപ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു. വളരെ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. നമ്മളതുപോലെ തന്നെ അവിടെ സിറ്റിംഗ് റൂമിലിരുന്നു. ഞങ്ങൾക്ക് ചായയും കാപ്പിയൊക്കെ വന്നു. പ്രധാനമന്ത്രി അന്നേരം കാണുന്നില്ല. കൂടെ വന്നവരെല്ലാവരും അകത്ത് കയറി. സ്വല്പം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞ്, മാതാജി യു കം എന്നെ വിളിച്ചു. അപ്പം ഞാൻ അകത്തോട്ട് ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി അവിടെ ഒരു സെറ്റിയിലിരിക്കുക, ഒരു കസേരയിലിരിക്കുകയാണ്. ഇവരെല്ലാവരും ഇരിപ്പുണ്ട്. പ്രധാനമന്ത്രി എഴുന്നേറ്റ് വന്ന് എൻ്റെ മുമ്പിലോട്ട് വന്നിട്ട് എന്നെ തൊഴുത് ഇങ്ങനെ അകത്തോട്ട് കൊണ്ടുപോവുകയാണ്. സത്യം പറഞ്ഞ് ഞാൻ ഇല്ല, ഒരു സിനിമയിൽ മറ്റേ കൊച്ചു താഴെ വീടില്ലേ, പ്രസിഡന്റിനെ കാണാൻ പോകുന്നത്, ആ ഒരു ഇതിൽ ഞാൻ നിൽക്കുകയാണ്. സ്ഥലകാല ബോധം പോലും എനിക്കില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ വീട്ടിൽ പോലും ഒരാൾ വന്നാൽ നമ്മളിരിക്കുവാണെങ്കിൽ എഴുന്നേറ്റ് എന്ന് അവരെ ഒന്നും സ്വീകരിക്കാറില്ല. നമ്മൾ കാണിക്കുന്ന ആ മര്യാദകേട് ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് അത് പഠിക്കുന്നത്. എനിക്ക് കാല് വേദന ആയതുകൊണ്ട് ഇവരൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ
കൈ കാണിക്കത്തേ ഉള്ളൂ. അപ്പം തന്നെ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധികയായിട്ട് ഞാനങ്ങ് മാറുകയാണ്. പിന്നെ അദ്ദേഹത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അതൊക്കെ കണ്ടു കഴിഞ്ഞ് അതെല്ലാം അന്ന് ഈ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, അത് ഈ BDJS ഉണ്ടാക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെ കാണുന്നത്, ഇതിന് മീറ്റിങ്ങിലും വരുന്നത്. അതിനുശേഷം ഇവർ ഈ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവരന്ന് വിചാരിച്ചത് ഒന്ന് ഇടതുകാരി വിളിക്കും, അല്ലെങ്കിൽ വലത്. BJP ക്ഷണിക്കുമെന്നുള്ള ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവർ ഈ പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എങ്ങോട്ട് മുമ്പോട്ട് പോകാനും ആരും അങ്ങനെ എന്താണ് ഈ രാഷ്ട്രീയം അറിയാവുന്നവരാരും അതിനകത്ത് ഇല്ലതാണ്. അപ്പം ആകെ എല്ലാവരും വിഷമിക്കുകയാണ്. ആ സമയത്താണ് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതും ഈ പാർട്ടിയെ BDJSനെ സഖ്യകക്ഷിയായി BJP ക്ഷണിക്കുകയും അങ്ങനെ ഇവരെല്ലാവരും അതിനകത്തേക്ക് ചെല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞ് കോഴിക്കോട്ട് നടക്കുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ചാണ് തുഷാറിനെ NDAയുടെ കേരള ഘടകത്തിൻ്റെ കൺവീനറാക്കി. അപ്പം ഞാൻ വലിയ വലിയ നേതാക്കന്മാരൊക്കെ BJPയുടെ നമ്മുടെ വീട്ടിൽ വരും. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ തുഷാറിന് ഈ രാഷ്ട്രീയമൊന്നും അറിയത്തില്ല, അവനെ ഇതിനകത്തൊന്നും എടുത്തിടാതെ ഞങ്ങളെല്ലാവരും പുറകിൽ കാണും, ആരെങ്കിലും നല്ല ഒരാളുകളെ വെക്കും. അല്ലല്ല, ഇത് അമിത്ഷാജി തന്നെ തുഷാറിനെ വിളിച്ചിട്ട് പറഞ്ഞതാണ് തുഷാർ ഇരിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം, എൻ്റെ മകൻ അങ്ങനെ രാഷ്ട്രീയമൊന്നും അറിയത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ പോകെ പോകെ SNDP യോഗം പാർട്ടിയിൽ നിന്ന് മാറി നിന്നാലും SNDP യോഗത്തിലുള്ള മിക്ക യൂണിയൻ്റെയും നേതാക്കന്മാർ ഈ BDJSൽ അംഗത്വം എടുക്കുകയും അതിനകത്ത് പ്രവർത്തകയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും പോയിട്ടില്ല, പാർട്ടി മീറ്റിങ്ങുകളിലൊന്നും ഞാൻ പോയിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഇവർക്ക് എല്ലാ അനുഗ്രഹവും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. SNDP യോഗം എല്ലാ സംഘടനയുടെയും മാതാവാണ്. അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു തൃക്കരങ്ങളാൽ സ്ഥാപിച്ച ഒരു സംഘടനയാണ്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, കൃഷി വ്യവസായം ചെയ്ത് സമ്പന്നരാകുക. ജനറൽ സെക്രട്ടറി അതിൻ്റെ കാര്യങ്ങളുമായിട്ട് പോവുകയും ഇവരൊക്കെ സമാന്തരമായിട്ട് ഈ പാർട്ടിയെ കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തുഷാറിനെ ഒരു സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു. അപ്പോഴും ജനറൽ സെക്രട്ടറി പറഞ്ഞു, തുഷാറിന് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. തുഷാറിനോട് വിളിച്ച് പറഞ്ഞു, ഡൽഹിയിൽ നിന്ന് അവൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ നിൽക്കണമെന്നാണ് പറയുന്നത്. അന്നേരം ആ റെസ്റ്റ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രിയോടും അമിത്ഷാജിയോടും ഒക്കെ പറ, വേറെ ആരെങ്കിലും നിർത്തൂ ഇവിടെ, തുഷാറിന് അടുത്ത ടൈമിൽ നിൽക്കാതെ തന്നെയല്ല, എല്ലായിടത്തും ഓടി നടക്കുകയും വേണമല്ലോ. ഏതായാലും അവരുടെ എല്ലാം നിർബന്ധപ്രകാരം അതാണ് അവസാനമായിട്ട് ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നത്. ഇവിടെ കോട്ടയത്തേക്ക് വരുമ്പോഴും നമ്മുടെയൊക്കെ പ്രതീക്ഷ ഇവിടെ മുഴുവൻ ക്രിസ്ത്യൻ മെജോറിറ്റിയാണെന്നാണ്. SNDP യോഗവും BJP എല്ലാവരും കണക്കെടുത്തു, അല്ല BDJSും എല്ലാം കണക്കെടുത്തപ്പോൾ നമ്മുടെ കണക്കുകളൊക്കെ തെറ്റാണ്. നമ്മൾ വിചാരിച്ചാൽ ഈ നിയോജക മണ്ഡലം നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. നമ്മളെല്ലാം ഒത്തൊരുമയോടുകൂടി നിന്നാൽ മതി. അത് മോദിജിയുടെ തലത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്, മോദിജിയുടെ ഗ്യാരണ്ടി. ഇവിടെ നേരത്തെ ആമുഖ പ്രസംഗം നടത്തിയ അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയത്തില്ല, അദ്ദേഹം എല്ലാ പദ്ധതികളും ഇവിടെ പറയുകയുണ്ടായി. സാറ് അപ്പം ഞാനൊരിത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു വാഗ്ദാനങ്ങളുമല്ല, മോദിജി നടപ്പാക്കിയ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ലോകത്ത് മോദി ഏത് നിലയിൽ നിൽക്കുന്നു, നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം മോദിജിയിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് അറിയണ്ടേ? നമ്മുടെ നേതാവായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പം ലോകത്തിലെ ഏറ്റവും ശക്തമായ 25 രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറങ്ങി. ഇന്ത്യ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് അമേരിക്കയും റഷ്യയും.
അന്നേരം ഇത് മോദി യുഗമാണെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, GSTയുടെ പ്രതിമാസ നികുതി പിരിവ് 14,115 ലക്ഷം കോടി കവിഞ്ഞു. ഇത് ഒരു ചായ വിൽപ്പനക്കാരൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. മൂന്നാമത്തെ നേട്ടം, പുതിയ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് അമേരിക്കയെയും ജപ്പാനെയും പിന്തള്ളി ഇന്ത്യ 2ാം സ്ഥാനത്തെത്തി. നാലാമത്തെ നേട്ടം, 2017-18 സൗരോർജ ഉൽപാദനം ഇരട്ടിയായി. ചൈനയും അമേരിക്കയും അമ്പരന്ന് നിൽക്കുകയാണ് ഇപ്പോൾ. അഞ്ചാമത്തെ നേട്ടം, ഇന്ത്യയുടെ GDP കുതിച്ചു വരുന്നത് കാണുമ്പോൾ ഇന്ത്യയുടെ GDP 8.2%, ചൈനയുടേത് 6.7%, അമേരിക്കയുടേത് 4.2%. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരനായ മോദി വിദേശത്തേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ കൊടി മുകളിലേക്ക് പാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആറാമത്തെ നേട്ടം, ജലം, കര, ആകാശം എന്നീ 3 മേഖലകളിൽ നിന്നും സൂപ്പർസോണിക് മിസൈലുകൾ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറി. ഇത് മോദി യുഗമാണ്. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ പറയുന്ന കേട്ടു, ഇവിടുന്നൊക്കെ ISRO ഒക്കെ വിടുമ്പോഴത്തേക്ക് മോദി എന്തിനാ ഇത്ര കാര്യമായിട്ട് പറയുന്നത്? മോദി ഫണ്ട് കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്, അല്ലാതെ അവിടെ ഇരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ കാശ് കൊണ്ടുവന്നിട്ടല്ല ഈ റോക്കറ്റും ഇതെല്ലാം വിക്ഷേപിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഭദ്രമായതുകൊണ്ട് അത് എവിടെയൊക്കെ കൊടുക്കണമെന്നുള്ളതും തീരുമാനിച്ചുകൊണ്ട് മോദിജി കൊടുക്കുന്നുണ്ട്. അടുത്തത്, ഏഴാമത്തെ നേട്ടം, 70 വർഷത്തിനിടയിൽ പാകിസ്ഥാൻ ദരിദ്രമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ മോദിജി വന്നയുടൻ പാകിസ്ഥാൻ ദരിദ്രമായി. എന്താ? വാസ്തവത്തിൽ പാകിസ്ഥാൻ്റെ വരുമാനത്തിൻ്റെ ഉറവിടം ഇന്ത്യൻ കള്ളനോട്ടായിരുന്നു. ആ കള്ളനോട്ടുകളുടെ വ്യാപാരം അത് മോദിജി അവസാനിപ്പിച്ചു. നമ്മളൊരു യുദ്ധത്തിനും പോയില്ല. ഈ ഇവിടോട്ട് കടത്തിൽ നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, കപ്പലിൽ ഇവിടെ നോട്ട് വന്നെന്ന്. ഒരു ആളും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല, നമ്മളും അന്വേഷിച്ചില്ല. അത് മുഴുവനും നമ്മുടെ സമ്പദ്ഘടനയെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏഴാമത്തെ നേട്ടം, 2014 കോൺഗ്രസിൽ പ്രതിരോധ മന്ത്രിയായിട്ട് AK ആൻ്റണി ആയിരുന്നു ഇരുന്നത്. അന്നേരം അപ്പോഴൊക്കെ അദ്ദേഹം പറയും, രാജ്യം ദരിദ്രമാണ്, ഞങ്ങൾക്കൊരു ചെറിയ ജെറ്റ് പോലും വാങ്ങാൻ കഴിയുകയില്ല. റഫാൽ പോകട്ടെ, പക്ഷേ റഫാൽ എന്ന് പറയുന്നത് അവിടുന്ന് എടുക്കണമെങ്കിൽ ഏതാണ്ട് 6,800 കോടി രൂപയായിരുന്നു ഇസ്രായേലിന് ഈ അവരുടെ കോൺഗ്രസ് മന്ത്രിസഭ എടുത്തിരുന്നത്. അത് മുഴുവൻ മോദിജി തിരിച്ചടച്ച്. അപ്പോഴെടുത്തത് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്നും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ചൊന്ന് കൂട്ടിയിട്ട് ആ പൈസ സമ്പാദിച്ചുകൊണ്ടാണ് ആ പൈസ കടം മുഴുവനും തിരിച്ചടച്ചത്. തിരിച്ചടിച്ചതിന് ശേഷം ഇറാൻ്റെ കടം വീട്ടി, റഫാൽ ഇടപാട് നടത്തി, S-400 എടുക്കുന്നു. കോൺഗ്രസിൻ്റെ കാലത്ത് രാജ്യത്തിൻ്റെ പണം എവിടെ പോയി? ഒൻപതാം നേട്ടം, സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് സ്കോർപിയോയുടെ സംരക്ഷണ കവർ ലഭിച്ചു. ജമ്മു കാശ്മീരിൽ സൈന്യത്തിന് 2500 ബുള്ളറ്റ് പ്രൂഫ് സ്കോർപിയോകൾ ലഭിച്ചു. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സൈന്യത്തിൽ ബുള്ളറ്റ് പ്രൂഫ് ഇല്ലാതാണ് ഹിയാച്ചിന് അവിടെയൊക്കെ അവർ നിൽക്കുന്നത്. അവിടെ പോയിട്ടുള്ള പട്ടാളക്കാർ പറയും, അതിനകത്ത് നിന്ന് തണുപ്പിൽ നിന്ന് വിറക്കുകയാണെന്നിൽ നമ്മുടെ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന പട്ടാളക്കാരാണ്. അതുപോലെ തന്നെയാണ് കാശ്മീരിൽ. ഇപ്പോഴല്ല, നേരത്തെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും പട്ടാളക്കാർ തോക്കുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടൊരു 10 വർഷമായിട്ടുണ്ട്. അന്ന് ചെല്ലുമ്പോൾ 3 ടിഫിൻ കാരിയറിനകത്ത് ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്. അപ്പോൾ അവിടെ നിന്ന് ഒരു മലയാളി
അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയായിരുന്നു. ഞാൻ അന്നേരം അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തെ ഞങ്ങൾ 10 മണിക്കാണ് ചെന്നത്. ഞാൻ പറഞ്ഞു, അല്ല മാഡം, ഞങ്ങളുടെ മോളിൽ 3 പേര് നിൽപ്പുണ്ട്, അവർക്കുള്ള ഭക്ഷണമാണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, താഴെ ഒരാൾ നിൽക്കുന്നു, രണ്ടാമത് തട്ടിലൊരാൾ നിൽക്കുന്നു, അതിൻ്റെ മുകളിൽ ആരെ വരുന്ന എല്ലാ ജനങ്ങളെയും അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭീകരാക്രമണം ഉണ്ടാവാതിരിക്കാൻ. ടൂറിസ്റ്റുകളുടെ നേരെ അവരില്ല എന്ന് പറഞ്ഞാലും എല്ലാവരെയും എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കേണ്ട രൂപയാണ് കാശ്മീരിന് വേണ്ടി ഈ കോൺഗ്രസ് മന്ത്രിസഭ ഇരുന്നപ്പോൾ ചെലവാക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ടും അവിടെ ഭീകരരെങ്ങനെ വളർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇനി 10ാമത്തെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ വികസനം എന്തായിരുന്നു? ഫ്രാൻസിനെ പിന്നോട്ട് തള്ളി സമ്പദ് വ്യവസ്ഥയിൽ 6ാം സ്ഥാനത്തെത്തി. ജർമ്മനിയെ പിന്നിലാക്കി വാഹന വിപണിയിൽ 4ാം സ്ഥാനത്തെത്തി നമ്മൾ. വൈദ്യുതി ഉൽപ്പാദനത്തിൽ റഷ്യയെ പിന്തള്ളി 3ാം സ്ഥാനത്തെത്തി. ടെക്സ്റ്റൈൽ ഉൽപ്പാദനത്തിൽ ഇറ്റലിയെ പിന്നിലാക്കി 2ാം സ്ഥാനത്തെത്തി. വിയറ്റ്നാമിനെ പിന്തള്ളി മൊബൈൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തെത്തി. സ്റ്റീൽ ഉൽപ്പാദനത്തിൽ ജപ്പാനെ പിന്നിലാക്കി 2ാം സ്ഥാനത്തെത്തി. 16ാമത്തെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ബ്രസീലിനെ പിന്നിലാക്കി പഞ്ചസാര ഉൽപ്പാദനത്തിൽ നാം 1ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. എപ്പോഴും ഉറങ്ങിക്കിടന്നിരുന്ന ഹിന്ദുക്കളിൽ ദേശീയത പ്രതി ലോകത്തെ മുഴുവൻ 125 കോടി ഹിന്ദുക്കളുള്ള ഒരു രാഷ്ട്രം പോലുമില്ല. ഈ ജോലി ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കരുതുന്നു. എന്താണെന്ന് വെച്ചാൽ, ദേശീയത എന്താണെന്നോ നമ്മുടെ സ്വത്വം എന്താണെന്നോ നമുക്ക് അറിയാൻ പാടില്ലാതിരിക്കുമായിരുന്നു. ഭാരതീയ സംസ്കാരം അറിഞ്ഞുകൂടാ. ഒന്നും നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറയുന്നത്. BJP എന്ന് പറഞ്ഞാൽ ഉടനെ പറയും അത് തൊട്ടുകൂടാത്ത ഒരു സംഘടനയാക്കിയാണ് വെച്ചിരിക്കുന്നത്. അവിടെ എല്ലാം മുന്നോക്കക്കാർക്ക് മാത്രമേ കാര്യമുള്ളൂ, പിന്നോക്കക്കാർക്കൊന്നും ഒരു രക്ഷയുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ആരാണ്? മിസ്റ്റർ സുരേന്ദ്രൻ. കേന്ദ്ര മിനിസ്റ്ററായിട്ടിരിക്കുന്ന ആരാണ്? മിസ്റ്റർ മുരളീധരൻ കേന്ദ്രത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആരാണ്? പ്രസിഡന്റ് ആരാണ്? ഇതെല്ലാം പകല് നമ്മളെ കണ്ണു പറഞ്ഞ് ഇരുട്ടാക്കുന്ന ചില പണികളാണ്. SNDP യോഗത്തിൽ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന അതാണ്, ഇതെന്തിനാണ് ഈ BJPയിലേക്ക് BDJs പോയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് അവരുടെ പാർട്ടിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമ്മളാരും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു സംഘടനയുടെ തലവൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ പോയിരിക്കുന്നത്. ഒരു നാണക്കേടും ഇന്നേ വരെ BDJസിനുണ്ടായിട്ടില്ല. ആ സംഘടനയിലേക്ക് പോയത് കൊണ്ട് അഭിമാനമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ, ഒരു ചിട്ടയായ ജീവിതം ഉണ്ടാക്കുന്ന ഒരു RSSൻ്റെ പിൻബലം അതിനുണ്ട്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ ചൈന യുദ്ധം നടക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, നെഹ്റുജി, അന്ന് നമുക്ക് പട്ടാളക്കാർ കുറവായിരുന്നു, അന്ന് RSS തലവനോട് നമ്മുടെ രാജ്യം കാക്കാനായിട്ട് അവരെ ആവശ്യപ്പെട്ടു എന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒരിടത്ത് വായിച്ചതാണ്. അപ്പോൾ അത്രയ്ക്ക് അവർക്ക് രാജ്യസ്നേഹമാണ്. അപ്പം മോദിജി വന്നിട്ട് ചെറിയ നിസ്സാരപ്പെട്ടതെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും ഈ ലോകത്തുള്ള ഒരു രാഷ്ട്രത്തലവന്മാർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ വരെ ചെറിയ കാര്യമെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് രാഷ്ട്രത്തിൻ്റെ വലിയ കാര്യങ്ങളാണ്. വെളിയുടെ വിസർജനം നടത്താൻ പാടില്ല, സ്വച്ഛ ഭാരതം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പുച്ഛമായിരുന്നു. അത് നടപ്പായില്ലേ? കേരളത്തിൽ ഇപ്പോഴും നടപ്പായിട്ടില്ല. ഓരോ റോഡുകളും വലിയ രീതിയിലാണ് പണിത് വരുന്നത്. ഇത് നമ്മൾ കേരളത്തിൽ നിന്നൊന്ന് പുറത്തേക്ക് പോയി നോക്കിയെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കത്ത.
ഇതെല്ലാം ജെറ്റ് വേഗത്തിലാണ് ഓരോ കാര്യങ്ങളും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മോദി സർക്കാരിൻ്റെ കീഴിൽ താഴ്വരയിൽ നിന്ന് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുന്നു. 8 മാസത്തിനുള്ളിൽ 230 തീവ്രവാദികളെ സ്വർഗലോകത്തോട്ട് അവരുടെ കൂറികളുടെ രാജ്യത്തേക്ക് പറഞ്ഞു വിട്ടിട്ടോ. എന്താ വെച്ചാൽ നമ്മൾ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടെന്നാണ് പറഞ്ഞത്. അതിനെ എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു. കോൺഗ്രസ് ഭരണകാലത്ത് ഭീകര പടർത്തിയിരുന്നു. അവരെ ഉന്മൂലനം ചെയ്യാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. മോദി ഭരണത്തിൽ ഭീകരർക്ക് ഭീകരപ്രവർത്തനം എന്ന് ചിന്തിക്കാൻ പോലും ഭയം. ഇതാണ് മോദി ഭരണത്തിൻ്റെ ഫോർമുല. ഇപ്പം നമുക്കെല്ലാം സുഖമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് മോദിജി ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവന്നതാണ്. വീടുകളിലുള്ളവരെ, ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയൊക്കെ വന്ന് ആക്രമിക്കാനായിട്ടുള്ള ഒരു നമ്മളെല്ലാം കണ്ടു. എല്ലാം ട്രെയിനിൽ പോയ യാത്രക്കാരെ ഉപദ്രവിക്കുന്നത് ഒക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഇതിനെല്ലാം ഒരു നിയന്ത്രണം നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. 2024 ഈ വേലക്കാരനെ ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തക്ക വിധം വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രതിജ്ഞയാണ്. ഞാൻ എൻ്റെ മകന് വേണ്ടി വോട്ട് ചോദിക്കാനൊന്നുമല്ല വന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രധാനമന്ത്രിയുടെ കൂട്ടത്തിൽ ഈ രാഷ്ട്രസേവനം ചെയ്യാൻ എൻ്റെ മകനും നിങ്ങളൊരു അവസരം കൊടുക്കൂ. അവന് നന്നാവട്ടെ. രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയാണ്. നമ്മുടെ കോട്ടയം നിയോജക മണ്ഡലത്തിൽ വന്ന് നിന്നപ്പോൾ പലരും ചോദിച്ചു, വല്ല കാര്യമുണ്ടോ ഈ പയ്യൻ അവിടെ പോയി നിന്നിട്ട്? ഇപ്പം ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവിടെ പോയി മത്സരിക്കേണ്ട വലിയ കാര്യമുണ്ടോ എന്ന് പലരും എന്നോട് വിളിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞ്, നമ്മുടെ വീട്ടിലെ മുതിർന്ന കാരണവരൊരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കുക. പല പ്രാവശ്യം നോ പറഞ്ഞ് മാറി നിന്നെങ്കിലും സ്നേഹപുരസ്സരം നമ്മുടെ നേതാക്കന്മാരെല്ലാം നിശ്ചയദാർഢ്യത്തോടുകൂടി സിദ്ധാർത്ഥനോട് പറഞ്ഞ് അവിടെ പോകൂ, ജയിച്ചു വരൂ എന്ന് അനുഗ്രഹിച്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ അഹമികയായി പ്രവർത്തിച്ചാൽ കണ്ണിലെണ്ണ ഒഴിച്ച് ഇനി 10-20 ദിവസമുണ്ട്. നമ്മളത് ശ്രദ്ധിച്ച് ഓരോ വീടുകളിലും കയറി മോദിജിയുടെ ഈ കാര്യങ്ങളാണ് അവരോട് പറയേണ്ടത്. അല്ലാതെ നമ്മളുടെ ആരുടെയും ഗുണം പറയാൻ നമ്മളൊരു ഗുണവും കാണിച്ചിട്ടില്ല ഇതുവരെ. നമുക്കൊരു വാഗ്ദാനവും പറയാൻ പറ്റിയില്ല. എല്ലാം മോദിജിയുടെ കീഴിൽ നിന്നുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മോദിജി പറഞ്ഞു തരും. ഇനി എനിക്കൊന്ന് പറയാനുള്ളത്, കേരളത്തിനൊന്നും മോദി ഗവൺമെൻറ് ചെയ്തിട്ടില്ല എന്നാണ് എപ്പോഴും പറയുന്നത്. 2004-2014 UPA സർക്കാർ പിരിച്ച നികുതി 46,302 കോടി ആയിരുന്നെങ്കിൽ ഇന്ന് 15,55,649 കോടി ആയിട്ട് ഉയർന്നു. എന്ന് പറഞ്ഞാൽ 230% വർധനയാണ് അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് മന്ത്രിസഭ ഇരുന്ന കാലത്തുണ്ടായതിൻ്റെ 232 കോടിയാണ്. UPA സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലം സഹായധനമായി ലഭിച്ചത് 25,629 കോടി രൂപയാണ് ആയിരുന്നെങ്കിൽ മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 9 വർഷങ്ങൾ കൊണ്ട് 458% കൂടി 14,3,17,112 രൂപയാണ് ഉയർന്നിരിക്കുന്നത്. അപ്പം 458% അത് ആ വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണെന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ
50 വർഷത്തേക്ക് പലിശരഹിത വായ്പ 2028-23 വർഷത്തിൽ വിതരണം ചെയ്തത് 2224 കോടി രൂപയാണ്. എന്തെങ്കിലും നമുക്ക് കിട്ടിയോ? കോവിഡ് വന്നിട്ട് എല്ലാ സാമൂഹ്യ സംഘടനകളും അവർക്കാവുന്ന കാര്യങ്ങളും സംഭാവനകളും നമ്മുടെ കേരള ഗവൺമെന്റിന് കൊടുത്തതാണ്. ഇപ്പൊ 2224 കോടി രൂപ കൊടുത്തിരിക്കുന്നത് 50 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചടച്ചാൽ മതി. ഇത് ആരാണ് ഇങ്ങനെയൊക്കെ കൊടുക്കാനിരിക്കുന്നത്? പിന്നെ GST നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടായ നഷ്ടം തീർക്കാൻ 43,297 കോടി രൂപ അനുവദിച്ചു. ഇതെല്ലാം പുറമെ കൊടുത്തത് കൂടാതെ അരികൾ കൊടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്, ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്താലും മോദി ഒന്നും തരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ സഹായം ഈ കൊച്ചു കേരളത്തിന് എന്താണ് ലഭിക്കേണ്ടത്? നാഷണൽ വികസിക്കുന്നു, അതിനൊന്നും ഈ ഗവൺമെൻറ് 10 പൈസ മുടക്കേണ്ട കാര്യമില്ല. സ്ഥലമെടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ പൈസയും എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഒരു ഭാരവും ഇല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്നാൽ നമ്മുടെ ഇവിടുന്ന് വല്ല BJPയോ BDJSോ ആരെങ്കിലും ജയിച്ച് അവിടെ ചെന്നിട്ടുണ്ടോ? ഇല്ല. മുരളീധരൻ വേറൊരു സ്ഥലത്ത് നിന്ന് രാജ്യസഭയിൽ നിന്ന് വന്നിട്ടാണ് മന്ത്രിയായിരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് ഇവിടെ തുഷാറിനെ മാത്രം ജയിപ്പിച്ചാൽ പോരാ. നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കാര്യങ്ങൾ പറയാൻ 20 നിയോജക മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. മോദിജിയുടെ കൈകൾക്ക് ശക്തി പകരാൻ ഇവരെ എല്ലാവരെയും നമ്മൾ വൻഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന എല്ലാ വികസനങ്ങളും ഈ കേരളത്തിലേക്ക് വരികയുള്ളൂ. നമ്മുടെ ആരും ഇല്ലാഞ്ഞിട്ട് പോലും പ്രധാനമന്ത്രി നമ്മളെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഓരോ മുദ്രാ ബാങ്ക് വഴി പലിശരഹിതമായിട്ട് കിട്ടുകയാണ്. അതുപോലെ തന്നെയാണ് 2000 രൂപ വെച്ച് 6000 രൂപ കൃഷിക്കാർക്ക് കിട്ടുന്നു. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന അവൻ ഭയങ്കര വലിയ മാർക്സിസ്റ്റുകാരൻ. അപ്പോൾ ഓൺലൈനിൽ അവൻ്റെ ബാങ്കിലേക്ക് വരികയാണ്. ആരും കയ്യിലൊന്നും കൊണ്ട് കൊടുക്കുന്നില്ല. നേരത്തെ ഉള്ള ഇങ്ങനെയൊക്കെ കിട്ടുന്നത് അവർ പാർട്ടിക്കാർ അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ സൊസൈറ്റി വഴി വരികയായിരുന്നു. അപ്പോഴെല്ലാം നമ്മുടെ കേരള ഗവൺമെൻറ് കൊടുക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പം അതല്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ഫണ്ട് വന്നോ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പൈസ നിങ്ങൾക്ക് ഉപകരിച്ചോ? ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയേണ്ടത്, കാരണം അവർ ചോദിക്കുന്ന പോലെ തോന്നുന്നു. അപ്പം നമ്മൾ വ്യക്തി വിരോധമോ പാർട്ടി വിരോധമോ ഒന്നുമല്ല. നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കണം, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തന്നെ തലയുയർത്തി നിൽക്കാവുന്ന രീതിയിലാണ് മോദിജി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കേരളവും കൂടെ അങ്ങോട്ട് പോയിക്കൂടാ? നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കേരളം ഒരു പരീക്ഷണം നടത്തിയാൽ മതി. ഒരു ടേം ഈ കേരളത്തിൽ കേന്ദ്രത്തിലേക്ക് NDA സ്ഥാനാർത്ഥികളെയൊക്കെ നിങ്ങളൊന്ന് ജയിപ്പിച്ചു വിടുക. ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്? അത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ അതിന് ഗ്യാരണ്ടി മോദിയുടെയാണ്. അതിന് നമ്മളെല്ലാവരും അഹമികയായി ഇപ്പം ഇവിടെ ഇരിക്കുന്നത് ഒരു 10-500 പേര് കാണുമായിരിക്കും, എനിക്ക് കാണാൻ വയ്യ. ഇതൊരു 5000, 10,000 ലക്ഷങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സംഘടനയെ വലിയ രീതിയിൽ എത്തിക്കാൻ സാധിക്കും. ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും ഇപ്പം അടുത്ത ഒരു 2070 ആകുമ്പോൾ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതാണ്. മോദിജി ഇപ്പം ഇലക്ട്രിക് കാറുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇന്ത്യയെ പറഞ്ഞിരിക്കുക, മേക്ക് ഇൻ ഇന്ത്യ. ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് പൊഴിഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്താൻ പറ്റും. നമ്മുടെ മക്കൾക്ക് നല്ല ജോലികളുണ്ടാകും. നല്ല തലയുള്ള മക്കളെല്ലാം അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അവരെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇവിടെ സോളാർ പാനൽ ഉണ്ടാക്കുന്ന വലിയ വലിയ പാടങ്ങളുണ്ടാകും. അപ്പോൾ കറണ്ടൊന്നും ഇല്ലാതെ നമുക്ക് ഈ സോളാറിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രിസിറ്റിക്ക് ഭയങ്കര ചാർജ് അല്ലേ, അത് നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോളും ഡീസലും
നമുക്ക് ഒന്നിനും അവരുടെ പുറകെ പോകണ്ട, എവിടുന്നും നമ്മളത് മേടിക്കാൻ നടക്കണ്ട. പൊല്യൂഷൻ ഇല്ലാത്ത ഒരു ഭാരതമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനിപ്പോൾ. ഇതെല്ലാം മോദി വിഭാവനം ചെയ്യുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ വരാൻ പോകുന്ന പ്രോജക്റ്റുകളാണ്. അതെല്ലാം നേരത്തെ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക, അല്ലാതെ ഒറ്റ അടിക്ക് ഇങ്ങോട്ട് വന്നേച്ച് വെറുതെ കള്ളത്തരം പറയുകയല്ല. ഇതെല്ലാം നടപ്പാക്കിയ കാര്യങ്ങളും ഞാൻ ഒരുപാട് വായിക്കാനുണ്ട്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗം അല്ല, ആമുഖ പ്രസംഗം പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ ആയിരുന്നു ഞാനത് പറയാനായിട്ട് വന്നത്. പക്ഷെ അതൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ നമ്മൾ തൊട്ടറിയുന്ന കാര്യങ്ങളാണ്, മോദിജി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ല വാഗ്ദാനങ്ങളല്ല. കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കി തരാം, അത് തരാം, പാലൊഴുക്കുക, ഇവിടെ എന്താണ് ഇതിൻ്റെ തീരത്ത് വിമാനത്താവളം ഉണ്ടാക്കുക, ഒന്നും പറഞ്ഞിട്ടില്ല. പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും. ഇപ്പം മോദിജി ഗവൺമെൻറ് വന്നു കഴിഞ്ഞിട്ട് എത്രയോ റെയിൽവേ സ്റ്റേഷനുകൾ, എത്ര എയർപോർട്ടുകൾ. അപ്പോൾ ഈ പാവപ്പെട്ട ഇന്ത്യയിൽ എന്തിനാണ് എയർപോർട്ട്, എന്തിനാണ് ഇങ്ങനത്തെ എന്നൊക്കെ ചോദിച്ചത്. നമ്മൾ പാവങ്ങളല്ല, നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതിനാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. അതിന് നമ്മുടെ ഒരു നേതാവായിട്ട് മോദിജി വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വിഷനുണ്ട് അദ്ദേഹത്തിന്, അത് നടപ്പാക്കുക. അതിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റിലുമുണ്ട്. ഏതിന് പ്രിഫറൻസ് കൊടുക്കണം, ഏത് മുൻതൂക്കം കൊടുക്കണമെന്നുള്ള അതാണ് മാനേജ്മെൻറ്റ്. മണി മാനേജ്മെന്റ് അദ്ദേഹത്തിന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഇതുപോലാക്കി എടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ പറയുന്നത് മോദിജി വന്നാൽ മുസ്ലിങ്ങൾക്കൊന്നും ഇന്ത്യയിൽ രക്ഷയില്ല. ആരാ പറയുന്നത്? ഇല്ല. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഈ മോദിജിയെ ജയിലാണ് കോൺഗ്രസ്സുകാരാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്തിന് നമ്മളെ മുസ്ലിങ്ങളെ എല്ലാവരും കൂടെ പാകിസ്ഥാനെന്നും പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കി വിട്ടു? നമ്മളിവിടെ ഒന്നിച്ച് നിന്നാൽ പോരായിരുന്നോ? എന്തിന് ഇന്ത്യ വെട്ടിമുറിച്ചു? അതിനൊരു ഉത്തരവ് എല്ലാ നാട്ടുരാജാക്കന്മാരെയും കണ്ടുകൊണ്ട് അന്ന് പല പല കഷ്ണങ്ങളായിട്ട് കിടന്ന ഇന്ത്യയെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഇവിടെ ഒരു ഭരണം ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ നേടിയെടുത്തത്. ഒരു വേല വെച്ചു, ജിന്നയ്ക്ക് പാകിസ്ഥാൻ, നെഹ്റുവിന് ഇന്ത്യയും കൊടുത്തു. എന്നിട്ട് കാശ്മീർ എന്ന് പറയുന്ന പ്രത്യേക ഒരു സ്ഥലമായിട്ട് മാറ്റി വെച്ചു. ഇതെല്ലാം അവരുണ്ടാക്കി വെച്ചിട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ ഈ പല പല കഷ്ണമായിട്ട് കിടക്കുന്നവർ കൂടി വന്നാൽ ഒരു 10 വർഷം അവരൊന്നിച്ചൊക്കെ പോകും. അത് കഴിയുമ്പോൾ തല്ലി തകർക്കും. പിന്നെയും നമുക്കിവിടെ കയറാം എന്നുള്ള ഒരു ദുഷ്ടലാക്കിലാണ് ബ്രിട്ടീഷുകാരൊക്കെ ഇതൊക്കെ തന്നയിച്ചു പോകുന്നത്. പക്ഷേ നമ്മളെങ്ങനെയോ ഇവിടം വരെയൊക്കെ എത്തി. ഇനി നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡത സൂക്ഷിക്കേണ്ട ചുമതല നമ്മുടെ കൈകളിലാണ്. അത് നമ്മൾ സൂക്ഷിക്കണം. ഒരാളിനെയും ഇവിടെ കടന്നു കയറാൻ, ഭീകരവാദം ഇവിടെ വളർത്താൻ നമുക്ക് സാധിക്കത്തില്ല. ഇവിടെ കർണാടകയിൽ തന്നെ, കർണാടകയിൽ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഭംഗേന്ദ്രനെ പറയുകയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP ആയിരുന്നു ഭരിച്ചിരുന്നത്. അന്ന് നമുക്കവിടെ നമ്മുടെ എസ്റ്റേറ്റ് ഇവിടെ കൃഷി ചെയ്യുന്നിടത്ത് എല്ലാ ഇലക്ട്രിസിറ്റിയും ഫ്രീയാണ്. അവിടെ ഒരു ഫാം ഹൗസ് ഉണ്ട്. ഇപ്പോൾ ഫാം ഹൗസിലെ കറണ്ട് ഞങ്ങൾ കൊടുക്കണ്ട. കൃഷിക്കാരെന്ന് പറഞ്ഞാൽ വളരെയധികം അന്നിരുന്ന മന്ത്രി തന്നെ എന്നോട് പറഞ്ഞു അത് മോദിജിയുടെ ഒരു പദ്ധതിയാണ്. അന്ന് ആ പദ്ധതിയുടെ പേരൊക്കെ എന്നോട് പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ അവിടെ വന്ന് കൃഷിക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്ന് എല്ലാ കാര്യവും നോക്കും. ഞാനന്നേരം ഓർത്തു, ഇവിടെ ഒരുപാട് കൃഷി ഓഫീസൊക്കെ ഉണ്ടല്ലോ. നമ്മൾ കൃഷി ഓഫീസിൽ ചെന്നാൽ അവിടെ നിന്ന് ഒരു കസേരയിൽ അവരെ കാണാനില്ല. ഒരു പുഴു കയറി അല്ലെങ്കിൽ തെങ്ങിൻ്റെ അണ്ട പോയെന്ന് പറഞ്ഞാൽ അവരൊന്നും മിണ്ടുകയില്ല. അവിടുത്തെ കൃഷി ഓഫീസർമാർ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നത് എങ്ങനെയാണ്? അവിടെ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ തെങ്ങിൻ്റെ മോളിൽ നോക്കും. ഉടനെ ഞാനവിടെ ഇല്ലല്ലോ, എൻ്റെ ഫോൺ നമ്പറുണ്ട്. അമ്മ ഇന്ന കുഴപ്പം അതിനുണ്ട്, അതിന് ഇന്ന മരുന്ന് കൊടുക്കണം. ഒരു ഉറുമ്പുണ്ട്, ആ ഉറുമ്പിനെ അതിനകത്തോട്ട് കയറ്റി വിട്ടാൽ മതി. മരത്തേല് ഇവിടെ ഉണ്ടോ? വിട്ട് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ രോഗം മാറി. നമ്മുടെ തെങ്ങ് മുഴുവനും നശിച്ച് മാറാണക്കല്ല് പിടിച്ച് തെങ്ങില്ല. കൃഷിക്കാരെല്ലാം
നട്ടം തിരിയുകയാണ്. ഇപ്പം തന്നെ ഈ പിന്നെ ഇവിടെയെല്ലാം പിന്നെ മൃഗങ്ങൾ കയറുന്നു. കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ പറഞ്ഞിരുന്നു ഇവർക്കൊക്കെ വെള്ളം വേണം, അതിനകത്ത് പിന്നെ എന്താണ് കുഴികളെല്ലാം ഒഴിക്കണം, മാനിനൊക്കെ ഉപ്പിട്ട് കൊടുക്കണം, അവിടെ പുല്ലുകളെല്ലാം വളർത്തണം. ഈ പ്രോജക്റ്റ് ഒന്നും കേരളം കണ്ടില്ല, മറ്റുള്ളവരെല്ലാം കണ്ട്. കർണാടക ചെയ്തിട്ടുണ്ട്, അവിടെ എല്ലാം ഫെൻസിങ് ഉണ്ട്. അവിടെ ഞങ്ങളുടെ സ്ഥലവും ഈ കാടിനടുത്താണ്. അവർ നിൽക്കുന്ന ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഗുണ്ടൽപേട്ടയിലുള്ള സ്ഥലം. അവിടെ ഒന്നും ആന കയറത്തില്ല, സിംഹം വരുന്നില്ല, ഇതൊന്നും വരുന്നില്ല, പന്നിയും കയറുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ട്? കർഷകരുടെ നടുമുടിക്കുന്ന രീതിയിലാണ്. ഇപ്പം നമ്മൾ ടി വിയിലാണ് കാണുന്നത്, ഞാൻ അവിടെ ഒന്നും പോയില്ല. വാഴകളെല്ലാം ആന ചവിട്ടി വെച്ചിരിക്കുന്ന തെങ്ങ് തൈകളെല്ലാം നശിപ്പിക്കുന്നു. ഇത് അവരവർക്ക് വരുമ്പോഴേ ആ വിഷമം മനസ്സിലാകത്തുള്ളൂ. ഇതെല്ലാം നേരത്തെ കണ്ടുകൊണ്ട് വേനൽ വരും, വേനലിന് മുമ്പേ കാട്ടിനകത്ത് ഇന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കണം മൃഗങ്ങൾക്കെന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഫോറസ്റ്റിൽ മാത്രം ഇതൊന്നും നടപ്പാക്കിയില്ല. അവർക്ക് തിന്നാനുള്ള സാധനം ഇല്ലാതെ വരുമ്പോൾ കാട്ടിലേക്ക് വരികയാണ്. അതിന് വേണ്ട നടപടികൾ ചെയ്യാൻ പോലും നമുക്ക് സമയമില്ല. ഇവിടെ ഏത് നേരവും കടവായതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പൈസ ഇല്ലായിരിക്കും, എനിക്കറിയത്തില്ല. ഇതെല്ലാം നമ്മൾ മോദിജി ഗവൺമെൻറ് എന്തെല്ലാമാണ് മുന്നിൽ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചു പെൺകുട്ടികളുടെ കാര്യം വരെ, അത് ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട ഒരു നമ്മുടെ ആ പ്രസംഗത്തിലാണ് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾക്കൊക്കെ പീരീഡ്സ് വരുമ്പോൾ 1 രൂപയുടെ പാഡ് കൊടുക്കണമെന്ന്. സ്വാതന്ത്ര്യ അനന്തരമുള്ള ഇന്ത്യയിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു മന്ത്രിയോ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം ഏത് നിലയിലും നമ്മുടെ കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ പ്രത്യേകിച്ച് ഭയങ്കര ശ്രദ്ധയാണ് അദ്ദേഹത്തിന്. അതാണ് ഭാരതീയ സംസ്കാരവും. അതാണ് നമ്മളിതെല്ലാം മറന്നുപോയി നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് പോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് മോദിജി ഗവൺമെൻറ് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിക്കുകയും അവിടെ പോയി നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ആധ്യാത്മികതയുടെ ഒരു അടിത്തറ നമ്മുടെ ഭാരതത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ എത്ര മുഗളന്മാർ ഭരിച്ചിട്ടും എത്ര ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടും ഓരോരോ രാജ്യങ്ങൾ ഇവിടെ വന്ന് നമ്മളെ നശിപ്പിച്ചെങ്കിലും ഇന്നും ഇതിൻ്റെ പവിത്രത പോകാതെ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാരുടെ പ്രാർത്ഥനയും ഈ ഭാരതത്തിൻ്റെ ഒരു അനുഗ്രഹവുമാണ്. ലോകം മുഴുവനും ഇനി ഭാരതത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ വളർച്ച കണ്ടവരെല്ലാം അസൂയപ്പെടുകയാണ്, മോദിജിയെ ഭയപ്പെട്ടും കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും അവരോട് ആരായിരുന്നു? ലോകത്തിൻ്റെ പോലീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയായിരുന്നു. ഇപ്പം അമേരിക്കയിൽ വിസ കൊടുത്തിട്ടില്ല മോദിജിക്ക്, ഓർക്കുന്നോ? ഒരു കാലത്ത് ഇപ്പം റെഡ് കാർപ്പറ്റ് വിരിച്ചാണ് മോദിജി അവിടെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഗൾഫിൽ മോദിജി ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഷെയ്ഖുമാരെല്ലാവരും കൂടെ ഒന്നും എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കത്തില്ല. ഇത് പ്രസിഡന്റും അവിടുത്തെ കിങ്ങും എല്ലാവരും കൂടെ വന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചുകൊണ്ട് പോകുന്നത്. ആ സ്വീകരണം കാണുമ്പോൾ നമുക്കറിയാം മോദിജിക്ക് കിട്ടുന്ന ബഹുമാനം. ഇതെല്ലാം ഇന്ത്യക്കാരായ വിദേശികൾക്കും കൂടെ അഭിമാനമാണ്. ഇപ്പം ഗൾഫിലുള്ളവർ എന്നോട് പറയും, ഓ പണ്ട് നമ്മളെ ഒരു കാര്യത്തിനും അവർ അന്വേഷിക്കത്തില്ലായിരുന്നു, ഇപ്പം അതല്ല, ഫസ്റ്റ് ഇന്ത്യക്കാർക്ക്, അത് കഴിഞ്ഞിട്ട് എന്ത് കാര്യം അവിടെ ഉള്ളൂ. അപ്പം നമ്മുടെ ഭഗവത്ഗീതയും രാമായണവും ഭഗവത്ഗീത അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഈ ഷെയ്ഖുമാർ എന്താണ് അവിടെ ഒരു ഷെയ്ഖ്, ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്തതാണ്. അപ്പം നഹിയാൻ പറയുകയാണ്, ഞാൻ ഇന്ത്യയെ പഠിച്ചതാണ്, അപ്പം ഞാൻ ഈ മഹാഭാരതവും ഭാഗവതവും ഇതെല്ലാം ഞാൻ പഠിച്ചു. അപ്പം ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നടത്തുന്ന, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഇന്നത്തെ സമൂഹത്തിൽ മാനസിക രോഗം ഉണ്ടാകുമല്ലോ ആളുകൾക്ക്, നമ്മൾ ഉടനെ ഒരു ഊളംപാറയിലേക്ക്, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞു, അങ്ങനെ മാനസിക രോഗത്തിലേക്ക് കൊണ്ടുപോകും.
ഇത് നമുക്ക് അർജുനന് ആ തേർത്തട്ടിലുണ്ടായ ആ പ്രശ്നം നമ്മുടെ ജീവിതകാലത്ത് ആർക്ക് ഏതെങ്കിലും സമയത്തൊക്കെ നമുക്കുണ്ടാകും. അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ശ്ലോകമാണ് ഇതിനകത്തെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിന് മതമില്ല, ജാതിയില്ല, ഇതെല്ലാവരും പഠിക്കേണ്ടതാണ്. അപ്പം ഇവിടെ നിന്ന് ഭഗവത്ഗീതയെ പറ്റി പറയാൻ അറിയാവുന്നവരെ വിളിച്ചു വരുത്തി നാനാജാതി മതസ്ഥരിൽ കൂടുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ഇത് ലോകം മുഴുവനും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൻ്റെ ഈശ്വരീയത. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പ് കൺട്രീസിലെല്ലാം ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ്. പക്ഷേ നമ്മളിതൊന്നും പഠിക്കുകയില്ല, നമുക്ക് പഠിക്കാനുള്ള സമയവുമില്ല. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിന് വനിതകളാണ് കൈയെടുക്കേണ്ടത്. നമ്മളത് നമ്മുടെ വരും തലമുറയെ പഠിപ്പിച്ചുകൊണ്ട് ആധ്യാത്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഉയരാൻ സാധിക്കണം. ഇത് മോദിജിക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ 3 മണിക്കൂറേ അദ്ദേഹം ഉറങ്ങാറുള്ളൂ. ബാക്കി സമയം മുഴുവനും നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യം. രാജ്യത്തിൻ്റെ ഉന്നമനം എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലം മേടിച്ചു കൂട്ടുകയല്ല, നമ്മളുടെയൊക്കെ ജീവിത നിലവാരം കൂട്ടുക. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം ഓരോ ഉറക്കത്തിലും ഊണിലും എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യോഗ, ധ്യാനം, പിന്നെ പൂജകൾ, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഇതെല്ലാം സാധിക്കുന്നത്. അത് നമ്മളെല്ലാവരും ചിട്ടയായ ഒരു ജീവിതം, വെളുപ്പിനെ എഴുന്നേക്കാൻ, ഇതൊക്കെയായിരുന്നു ഭാരതീയ സംസ്കാരം പണ്ടുണ്ടായിരുന്നത്. വെളുപ്പിനെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യുന്ന നമ്മുടെ മുത്തച്ഛന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ആ സമയത്ത് മൂടിപ്പതിച്ച് കിടന്നുറങ്ങുക എന്നുള്ളത് 11 മണിയായാലും എഴുന്നേക്കത്തില്ല. ഇതെല്ലാം മാറിയെങ്കിൽ മാത്രമേ ഉണരൂ എന്നാണ് പറയുന്നത്. ഏതാ ഈ ഭഗവത്ഗീതയെ പറയുന്നത്? അല്ലാതെ യുദ്ധം ചെയ്യാനല്ല, ആരോടും യുദ്ധം ചെയ്യാൻ. യുദ്ധം നമ്മളോട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിലുള്ള കാലുഷ്യങ്ങളെയെല്ലാം മാറ്റി പോസിറ്റീവായ ഒരു എനർജി ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഈ കോട്ടയം നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന നമ്മളെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. നമ്മൾ അതിനകത്തൊന്നും വഴിപ്പെടാതെ ജയമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. അതിന് മോദിജിക്ക് ഒരു വോട്ട്. ഈ കുടമെന്ന് പറഞ്ഞാൽ നമ്മുടെ കലശക്കുടമാണ്. നമ്മൾ ക്ഷേത്രങ്ങളിലെല്ലാം പൂജ നടത്താൻ നിൽക്കുന്ന നവഗ്രഹ പൂജ ചെയ്യുമ്പോഴും കലശങ്ങളുണ്ടാവും ഇല്ലേ? ആ കലശക്കുടമാണത്. ആ ഒരു മനസ്സിൽ ഭഗവാനെ, ശ്രീരാമനെ അല്ലെങ്കിൽ ശിവഭഗവാനെ, ദേവിയെ, ആരാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് വെച്ചാൽ അത് ആലോചിച്ചുകൊണ്ട് അതിലൊരു വോട്ട് കൊടുക്കുക. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ പല ഇതിനകത്തില്ല, എല്ലാവരും ചെന്ന് നോക്കുമ്പോൾ അവരുടെ ഒന്നും ചിഹ്നം അവിടെ കാണുകയില്ല. താമര കാണത്തില്ല, അരിവാൾ ചുറ്റികയില്ല, നെൽക്കതിറില്ല, കൈപ്പത്തിയില്ല. ഇവിടെ 3 സഖ്യകക്ഷികളാണ് നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കുത്താനായിട്ടൊരു വിഷമവും വരികയില്ല. നേരത്തെ തന്നെ നമ്മൾ ഈ കലശക്കുടമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതൊരു പൊൻ കലമായിട്ട്, കുടമായിട്ട് നമുക്ക് മാറ്റിയെടുക്കണം. മോദിജിയുടെ കൈകൾക്ക് ശക്തി പകരാൻ കോട്ടയം നിയോജക മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പ്രഭാഷണത്തിനായി BDJS-ന്റെ ആരാധനായ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. പത്മകുമാറിനെ ഹൃദയപുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാന്യനായ ഈ കൺവെൻഷൻ്റെ അധ്യക്ഷൻ ശ്രീ MN മധു വർഗൽ BJP-യുടെ സമുന്നതനായ നേതാവാണ്. ഇവിടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ആദരണീയായ
ശ്രീമതി പ്രീതി നടേശൻ അവറുകൾ, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് ധരിപ്പിക്കുന്നില്ല. ഈ വേദിയിലുള്ള BJPയുടെയും BDSൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സമുന്നതരായ നേതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഞാനൊരു പ്രസംഗത്തിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞപ്പോൾ അധ്യക്ഷൻ പറഞ്ഞു 5 മിനിറ്റ് സംസാരിക്കണം എന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ടാണ്. ഈ കൺവെൻഷനിൽ യഥാർത്ഥത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി പങ്കെടുക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. 30-ാം തീയതി പാലയിലും പിറവത്തുമായിരുന്നു നമ്മുടെ കൺവെൻഷൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ വൈക്കത്ത് നിന്ന് ആരംഭിച്ചു. ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് അവസാനിക്കുന്നത്. ഇന്ന് നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ ആ റോഡ് ഷോ 3 മണിക്ക് തുടങ്ങി. എങ്ങനെ നോക്കിയാലും ഇവിടെ 2 മണിക്കൂർ നമുക്ക് വന്നിട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇന്ന് അത് സമാപിക്കണമെങ്കിൽ 10 മണി 7:30 മണിയാണ് നമ്മൾ സമാപനം വെക്കുന്നെങ്കിലും നമ്മുടെ ഈ റോഡ് ഷോയ്ക്ക് ഒരു മേഖലയിൽ നിന്ന് ഒരിക്കലും ലഭിക്കാത്ത അഭൂതപൂർവമായ സ്വീകരണവും വരവേൽപ്പും ലഭിക്കുന്നുള്ളതും ഒരു സന്തോഷം ഞാനിവിടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പിന്നെ എനിക്ക് ഈ വേദിയിലിരുന്നപ്പോഴേ ഒരു 8 വർഷം മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗമാണ് എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. ഞാൻ ഉൾപ്പെടെ ഏതാണ്ട് 30-ലധികം BDSൻ്റെ സ്ഥാനാർത്ഥികൾ ഇന്ത്യയിൽ മത്സരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്കെല്ലാം അന്ന് കെട്ടിവെക്കുന്ന തുകയും അതിനപ്പുറവും തന്നുകൊണ്ട് ഞങ്ങളെയൊക്കെ അനുഗ്രഹിച്ച് അമ്മ ഞങ്ങളെ യാത്രയാക്കുമ്പോൾ ഇപ്പോഴും ഓർക്ക് വരുന്നു, സമാനതകളില്ലാതെ 4000, 5000 ഒക്കെ വോട്ടിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും ഏതാണ്ട്, അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥികളടക്കം എല്ലാവർക്കും 30,000-ലധികവും പലതും ജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ ഐശ്വര്യം ഞാൻ ഇപ്പോഴും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോൾ ഈ പിറവം മണ്ഡലത്തിലെ നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴേ എൻ്റെ മനസ്സിൽ കൂടി പോയൊരു കാര്യം, അത്ര ഐശ്വര്യമുള്ള നൈർമല്യമുള്ള ഒരു മനസ്സാണ് പ്രീതി അമ്മയുടെ. ഞങ്ങൾ പറയും ജൂൺ മാസം 5-ാം തീയതി വോട്ടെണ്ണലിൻ്റെ ആ പ്രക്രിയ പുരോഗമിക്കുമ്പോൾ നമുക്കറിയാം TV സ്ക്രീനിൽ NDA, UDF, LDF എന്നൊക്കെ കാണിക്കുമ്പോൾ മറ്റ് 5-7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയോടൊപ്പം തന്നെ പിറവം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വലിയ ഒരു സന്തോഷവും സൂചനവും ഈ ഐശ്വര്യമായിരുന്ന ഈ ഉദ്ഘാടന ചടങ്ങ് നിറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടി തോന്നി. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ജാവേദ്കർജി കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം വിളിച്ചൊരു യോഗം ഉണ്ടായിരുന്നു കോട്ടയത്ത്. BJPയുടെ സുഹൃത്തായ നേതാക്കളല്ല അതിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞങ്ങളെല്ലാവരും മുന്നണിയിലെ എല്ലാ കക്ഷികളും BJP അടക്കമുള്ള എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വർഷങ്ങൾക്ക് ശേഷം കോട്ടയം പാർലമെന്റിലേക്ക് കടന്നു വന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം ഒരുപാട് ആത്മവിശ്വാസം തോന്നി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്ഥാനാർത്ഥി ദൃശ്യമാധ്യമങ്ങൾ കൂടി നിങ്ങൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കേട്ടിരുന്നു. കോട്ടയം നിയോജകമണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയായ NDAയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ വരുന്നത്. പലരും സംശയിച്ചു എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് സെഞ്ചിയൊക്കെ ഉണ്ട്. നമ്മൾ അതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കോട്ടയത്ത് വെച്ച് പ്രഖ്യാപിക്കുന്നത്. എന്തായിരുന്നു ആദ്യത്തെ ഒരു ധാരണ? ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന 2 നേതാക്കൾ നമുക്കറിയാം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചെയർമാനായി സുരേന്ദ്രൻജിയും അതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് തുഷാർജിയുമാണ്. അപ്പൊ ഇവർ 2 പേരും 20 നിയമസഭാ മണ്ഡലങ്ങളിൽ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുന്നതിനുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ ഏറ്റെടുക്കണം എന്നുള്ള ധാരണയായിരുന്നു. ആ അവസരത്തിലാണ് സെൻട്രൽ ലീഡർഷിപ്പിൽ നിന്നും തുഷാർജി നിർബന്ധമായി മത്സരിക്കണമെന്ന് ആദ്യം തീരുമാനിക്കുകയും, പക്ഷെ തീരുമാനിച്ചപ്പോഴും അതിനോട് പരിപൂർണമായി കോട്ടയം നിയോജകമണ്ഡലത്തോട് നീതി പുലർത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി അദ്ദേഹം
BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് മോഡിജി, അമിത്ഷാജി അടക്കമുള്ള ആളുകളോട് ആവശ്യപ്പെട്ടതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം പാല, കോട്ടയം, പിറവം അടക്കമുള്ള മേഖലകളിലെ കാർഷിക രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കർഷകർ വിഷമിക്കുന്ന ഒരു മേഖല റബ്ബർ മേഖലയാണ്. ആ റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒരു പരിധി എങ്കിലും മാറ്റിയെടുക്കുന്നതിന് കിലോയ്ക്ക് 250 രൂപയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, കാരണം തെരഞ്ഞെടുപ്പിന് നടപടികൾ, ക്രമങ്ങൾ, വിജ്ഞാപനമൊക്കെ ആയി ഇനിയിപ്പം ഈ കാലയളവിൽ അതിന് പ്രഖ്യാപനം ഉണ്ടാക്കാൻ കഴിയില്ല. അതിനുശേഷം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിന്റെ ഇടയിൽ 2 പ്രാവശ്യം ഈ ഒരൊറ്റ അജണ്ട പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിലെത്തി കൺസേൺഡ് മിനിസ്റ്ററോടും ഞാൻ ഈ സൂചിപ്പിച്ച മോഡിജി, അമിത്ഷാജി അടക്കമുള്ള എല്ലാ ആളുകളോടും സംസാരിച്ച് അതിനാവശ്യമായ ഉറപ്പുകൾ ലഭിച്ചതിന് ശേഷമാണ് അതിന്റെ അടുത്ത ദിവസം നമ്മൾ കോട്ടയത്ത് വെച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. സത്യത്തില് അതിന്റെ തുടക്കം എന്നുള്ളതിൽ ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന് കഴിയും. ഇന്ന് റബ്ബർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് നല്ല ഒരു ചെയർമാനാണ്. അതോടൊപ്പം തന്നെ അതിന്റെ വൈസ് ചെയർമാനായി ഇന്ന് നൽകുന്ന തുഷാർജി നിർദ്ദേശിച്ച് പേര് കൊടുത്ത, ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന BDSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ഉണ്ണികൃഷ്ണൻ ആണ് അതിന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഇവിടെ റബ്ബർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്ന പരിമിതമായ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചില മാറ്റങ്ങൾ ആ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷമായി ഞാനൊരു കാര്യം പറയാം. അദ്ദേഹത്തോടൊപ്പം സംഘടനാ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആളാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയിലെ നിങ്ങൾ വളരെ ബ്രീഫായ, ലഘുവായ അഭ്യർത്ഥനയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പ്രധാനമായി അദ്ദേഹം 3-4 വിഷയങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പ്രധാനമായി ഞാൻ ഈ സൂചിപ്പിച്ച റബ്ബർ, നെൽകൃഷി അടക്കമുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമഗ്രമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. രണ്ടാമത്, ഈ മേഖല രക്ഷപ്പെടണമെങ്കിൽ, പ്രത്യേകിച്ച് കോട്ടയം മേഖല, അതുപോലെ തന്നെ പൊതുവെ കേരളം രക്ഷപ്പെടണമെങ്കിൽ ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യതകൾ ഉണ്ടാകും. നമുക്കറിയാം, കുമരകം തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി സന്ദർശിച്ചതിന് ശേഷമല്ലേ സത്യത്തില് നമ്മൾ പോലും അതിലേക്കൊരു ശ്രദ്ധ വന്നത്. പക്ഷെ എങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ നിലയിലേക്ക് ആയിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ കാരണം, അധികാര കേന്ദ്രങ്ങളിലൊന്നും ഭാഗമല്ലായിരുന്നിട്ടും എന്റെ മുന്നിൽ സജീവ് ഉൾപ്പെടെയുള്ള വിപിൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നു. കൃത്യമാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വിഭാവനയിൽ വന്ന ഒരു പ്രോജക്റ്റാണ് തിരുവനന്തപുരം ജില്ലയിലെ ദേവാലയങ്ങളെയും ക്ഷേത്രങ്ങളെയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പിൽഗ്രീം സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി. പ്രധാനമന്ത്രിയുടെ സ്വദേശി ദർശൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ പദ്ധതി നടത്തുന്നത്. BJPയുടെ സമുന്നതനായ നേതാവ് അമിത്ഷാജിയുടെ അടുത്ത് അദ്ദേഹം പോവുകയും ഈ പദ്ധതി കൃത്യമായി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും, അത് നടപ്പിലാക്കുമ്പോൾ അത് നടക്കണമെങ്കിൽ മറ്റൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ശബരിമലയ്ക്ക് വേണ്ടി സ്വദേശി ദർശനിൽ ഒരു 100 കോടി രൂപ അനുവദിച്ചിരുന്നു. 10 പൈസ ചെലവഴിച്ചില്ല. കാരണം എന്താണ്? നമ്മുടെ ഫെഡറൽ സംവിധാനം കൊണ്ട് സെൻട്രലിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരുന്നു, ആ പൈസ വിനിയോഗിച്ചില്ല, ലാപ്സായിപ്പോയി. അതുകൊണ്ട് കൃത്യമായി ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുകയും ITDC ആ ചുമതല ഏറ്റെടുത്തിക്കൊണ്ട് ഇന്ന് ആ തിരുവനന്തപുരം ജില്ലയിലെ ക്ഷേത്രങ്ങളെയും ദേവാലയങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആ പദ്ധതിയുടെ ഏതാണ്ട് പകുതിയിലധികം പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഡസൻ കണക്കിന് ബാറ്ററി കാറുകൾ അടക്കമുള്ള അവിടെ നടത്താനുള്ള സെമിനാർ ഹാളുകൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഭക്തജനങ്ങൾക്ക് മറ്റു സൗകര്യങ്ങളും എല്ലാം അവിടെ നടപ്പിലാക്കുക. അതിനെ സൂചിപ്പിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പറയുക. അപ്പൊ ഇന്ന് ഞങ്ങള് പുതുപ്പള്ളിയിൽ രാവിലെ അവിടെ ഒരു പ്രധാനപ്പെട്ട ആ മേഖലയിൽ, കാർഷിക മേഖലയിലുള്ള ആളുകളുണ്ട്,
അതുപോലെ തന്നെ ബാങ്കിങ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു സഹോദരി ഉണ്ടായിരുന്നു. 100 പശുക്കളെയാണ് വളർത്തുന്നത്. അപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ വന്നു. ആ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ എഴുതിയെടുത്തു. നമ്മൾ 20-ാം തീയതി പുറപ്പെടുപ്പിക്കാൻ പോകുന്ന നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന വികസന രേഖയിൽ അതൊരു പുതിയ സമീപനമാണ്. ഈ പദ്ധതി, ഈ പ്രോഗ്രാം 19-ാം തീയതി വരെ നീളുകയാണ്. നാളെയും ഉണ്ട്. നമ്മൾ ഇന്നലെയാണ് ആ പ്രോഗ്രാം കടുത്തുരുത്തിൽ നിന്ന് തുടങ്ങിയത്. ഈ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും പൗരമുഖ്യന്മാരെ അല്ല നമ്മളവിടെ വിളിക്കുന്നത്. എല്ലാ മേഖലയിലും കർഷകരെ, കർഷക തൊഴിലാളികളെ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ, ചാർട്ടേഡ് അക്കൗണ്ട്, ഡോക്ടേഴ്സ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകൾ അവരുടെ ആശയങ്ങൾ അദ്ദേഹവുമായി അവിടെ സംവാദം നടത്തുകയും ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ട് അതെല്ലാം നമ്മൾ ഇതൊരു വികസന രേഖ. അപ്പൊ കോട്ടയം നിയോജകമണ്ഡലത്തിന്റെ സമഗ്രമായ വികസനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാനാർത്ഥിയുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റു വിശദാംശങ്ങളിലേക്കാണ് സംബന്ധിതരായ നേതാക്കളൊക്കെ പ്രസംഗിക്കണം. 7 മണിയായി. എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ 20 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എപ്പോഴും പ്രീതി എന്ന ഞങ്ങളോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം, കൃത്യമായി ചെയ്യാത്തൊരു കാര്യം, മറ്റൊന്നും വേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിജി കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്തെ ഓരോ കുടുംബത്തിനും ചെയ്തിട്ടുള്ള ആ ക്ഷേമ പ്രവർത്തനങ്ങളും പദ്ധതികളും നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ജോലി ഏറ്റെടുത്താൽ നമുക്ക് നമ്മുടെ ഈ വിജയം അനായാസമായി മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ 20 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ എല്ലാ ശക്തിയും ഊർജവും ബൂത്തിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് നമ്മുടെ ലഘുരേഖകള്, വികസന രേഖകള്, നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നമ്മൾ കയറി ഇറങ്ങി ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. ഞാൻ എതിർ സ്ഥാനാർത്ഥികളെയൊക്കെ ബഹുമാനത്തോടുകൂടി മാത്രം സംസാരിക്കാറുള്ള ഒരാളാണ്. നമ്മുടെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി. മറുഭാഗത്തു നിന്നുള്ള ആളുകൾ പോയാൽ ഇന്ത്യയുടെ പാർലമെന്റിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് അവർക്ക് എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇന്നും ഇന്നലെയുമായി നടന്ന ആ സൗഹൃദ സദസ്സിലുമൊക്കെ അവരുടെ വികാരമാണ് നമ്മളുടെ എല്ലാം മനസ്സിൽ കടന്നു വരുന്നത്. ഒരു കാര്യം ഉറപ്പിക്കാം, വോട്ടിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ല ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥികൾ എല്ലാവരും മത്സരിക്കുന്നത്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദിയോടൊപ്പം ഇരുന്നു കൊണ്ട് ആ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായി ക്യാബിനറ്റ് മിനിസ്റ്ററായി തിരിച്ചു വന്നുകൊണ്ട് ഈ നാടിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് ഒറ്റ മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട്, ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിച്ചല്ലോ, നമുക്കൊരു ഭാഗ്യമാണ് ഉദ്ഘാടക എന്നുള്ളതിൽ ഏറ്റവും ആദരണീയരായ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും. കാരണം ഓരോ അടുത്തടുത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോഴേ നമുക്കൊരു വലിയ ഇൻസ്പിറേഷൻ, നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം ശാന്തമായി നൽകിക്കൊണ്ട് ഞാൻ ആ പ്രസംഗം കേട്ടപ്പോഴേ ഞാൻ ഒന്നുകൂടെ ഓർക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ നമ്മുടെ നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ പ്രസംഗം വരാൻ കാരണം GSTയുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ്, തെറ്റായ ധാരണകള്, കളവ് മാത്രം സ്റ്റേറ്റിന്റെ മന്ത്രി പറഞ്ഞപ്പോഴേ ആ സ്റ്റാറ്റിക്സ് നിരത്തിക്കൊണ്ട് ഉജ്ജ്വലമായൊരു പ്രസംഗമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻസ് മന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. ഞാൻ എൻ്റെ കസേരയിൽ ഇരുന്നപ്പോഴേ ഈ പ്രസംഗം കേട്ടപ്പോഴേ ഏറ്റവും ആദരണീയായ നമ്മുടെ അമ്മയുടെ പ്രസംഗവും ആ തലത്തിലേക്ക് ഉയർന്നു എന്ന് കാണുമ്പോൾ സ്റ്റാറ്റിക്സുകൾ വെച്ചുകൊണ്ട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കവല പ്രസംഗം കൃത്യമായ സ്റ്റാറ്റിക്സുകൾ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ആ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. നമുക്കെല്ലാം അത് അവിടെ നിന്ന് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ 1 മണിക്കൂറത്തെ പ്രസംഗത്തിൽ നിന്നും ഇതെല്ലാം നമുക്ക് ഭവനങ്ങളിലേക്ക് എത്തിക്കണം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കണം, അയൽപക്കത്തേക്ക് എത്തിക്കണം. വലിയ വലിയ വിജയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. ഈ കഴിഞ്ഞ 10-20 വർഷമായി ഞങ്ങൾ 20 ദിവസമായി ഇവിടെ പ്രവർത്തിക്കുമ്പോഴേ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഞാൻ സുഭാഷിയോടും കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇവിടെ BJP ഒന്നോ BDS ഒന്നോ മറ്റ് ഘടകകക്ഷികളൊന്നുമില്ല. ഞങ്ങളെല്ലാവരും
ഒരു മനസ്സോടുകൂടി സഹോദരങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് രാവിലെ തുടങ്ങിയാൽ രാത്രി 1 മണിക്കും 2 മണിക്കുമാണ് ഞങ്ങൾ എല്ലാവരും പോയി കിടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് അതിന് നേതൃത്വം നൽകുന്നു, മുന്നേ നിന്ന് ഞങ്ങളെയൊക്കെ ആ കാര്യത്തിൽ നയിക്കുന്നു. ഇവിടുത്തെ BJPയുടെ ലീഡർഷിപ്പ് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആ നിലയിലേക്ക് പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അങ്ങനെ വലിയ ഒരു കൂട്ടായ്മ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. അതെല്ലാം ഏറ്റവും സന്തോഷം നൽകുന്നു, അഭിമാനം നൽകുന്നു എന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പ്രഭാഷണം നടത്തുന്നതിനായി ഭാരതീയ ജനതാ പാർട്ടിയുടെ കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിറവം നിയോജക മണ്ഡലം ഇൻചാർജുമായിട്ടുള്ള ശ്രീ PG ബിജുകുമാർ അവരുടെ സവിനയം ക്ഷണിച്ചു. ആദരണീയനായ അധ്യക്ഷൻ, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പിറവം നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ NM മധു അവർ, സമാദരണീയായ ഉദ്ഘാടകര ശ്രീമതി പ്രീതി നടേശൻ അവർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സമാദരണീയരായ NDAയുടെ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സജ്ജനങ്ങളെ, ഞാൻ ഇനി ഒരു വലിയ പ്രസംഗത്തിന് ഉള്ള സാഹചര്യമില്ല. ഇവിടെ തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, ശ്രീമതി പ്രീതി മാഡം ഇവിടെ അവരുടെ മകൻ മത്സരിക്കുന്നു, മകനെ വിജയിപ്പിക്കുക എന്നുള്ളത് ഏതൊരു അമ്മയുടെയും ഒരു ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളോടൊപ്പം കൂടാൻ വേണ്ടി കോട്ടയത്ത് വന്ന് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ആ അമ്മ പ്രസംഗം തുടങ്ങുന്ന സമയത്തും പറഞ്ഞു, ഞാനൊരു നേതാവൊന്നുമല്ല, ഞാനൊരു സാധാരണ പാർട്ടി മെമ്പറാണ് എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷമാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലായത്, നമുക്ക് കിട്ടിയ സ്ഥാനാർത്ഥി കേരളത്തിലെ ഏറ്റവും സമർത്ഥയായ ഒരു രാഷ്ട്രീയ വിശകലന വിദഗ്ധയുടെ മകനാണ് എന്ന ബോധ്യം എനിക്കുണ്ടായത്. രാഷ്ട്രീയത്തെ എത്ര കൃത്യമായി നിരീക്ഷിക്കുകയും ഈ പ്രായത്തിൽ, ഇത്രയും പ്രായമാകുമ്പോഴും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ശ്രീമതി പ്രീതി നടേശൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. പക്ഷെ രാഷ്ട്രീയത്തെ ഇത്രയേറെ വിശകലനം ചെയ്യുന്ന ഒരു മാതൃമനസ്സാണ് ശ്രീമതി പ്രീതി നടേശന്റേത് എന്നത് ഒരു തിരിച്ചറിവ് ഈ കൺവെൻഷനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സർക്കാരിന്റെ വികസന സാഹചര്യങ്ങളെ കുറിച്ചല്ല ആമുഖ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗ അതിന്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമ്മൾ പിറവത്ത് നിന്ന് NDAയുടെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകന്മാർ എന്നുള്ള നിലയിൽ, പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളിവിടെ മത്സരിക്കുന്നത് 3 ഘടകകക്ഷികളാണ്. ശ്രീമതി പ്രീതി നടേശൻ അവർ അടക്കമുള്ളവർ ഇവിടെ സൂചിപ്പിച്ചു. 3 മുന്നണികളുടെയും ഘടകകക്ഷികളുടെ നേതാക്കന്മാരാണ് മത്സരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷിയായിട്ടുള്ള BDJS തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. 1.5 പതിറ്റാണ്ടിന്റെ ചരിത്രമാണ് BDJS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ളത്. അമ്മ ഇവിടെ സൂചിപ്പിച്ചു, നമ്പൂതിരി മുതൽ നായാടി വരെയുള്ളവർ ഒന്നിക്കണമെന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് സാമൂഹ്യ സമത്വം എന്ന ഒരു സന്ദേശത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനെതിരെ, പ്രീണന രാഷ്ട്രീയത്തിനെതിരെ കേരളത്തിൽ രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BDJS. ആ BDJS ആദ്യ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം മുതൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. അത് ഈ 1.5 പതിറ്റാണ്ടിന് ശേഷവും അത് അതേപോലെ തന്നെ തുടരുകയാണ്. ഇന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു ഘടകകക്ഷിയായി അത് നിലനിൽക്കുന്നു. നമ്മളെ രാഷ്ട്രീയമായി എതിർക്കുന്ന, നമ്മുടെ എതിർ രാഷ്ട്രീയ ചേരിയിൽ മത്സരിക്കുന്നത് UDFന്റെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും LDFന്റെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ രൂപീകരണ ചരിത്രം നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. 60 വർഷക്കാലമായി കേരള കോൺഗ്രസ് നമ്മുടെ ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. 60 വർഷം.
60 വർഷം മുമ്പ് കേരള കോൺഗ്രസ് ഉണ്ടാവാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നെറികേടുകളുടെയും വഞ്ചനയുടെയും ഫലമായി, ചതിയുടെ ഫലമായി ഹൃദയം പൊട്ടി മരിച്ച ഒരു കോൺഗ്രസ് നേതാവുണ്ട്, PT ചാക്കോ. ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചു, നമ്മൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിപ്പിച്ച് നിങ്ങൾ ഭൂരിപക്ഷം നൽകി, പിറവം നിയോജക മണ്ഡലത്തിലെ NDAയുടെ പ്രവർത്തകർ ഭൂരിപക്ഷം നൽകി പാർലമെന്റിലേക്ക് അയച്ച് ദേശീയ ജനാധിപത്യ സഖ്യം ഒരു കേന്ദ്രമന്ത്രിയാക്കിയ നേതാവ് PC തോമസ്, അദ്ദേഹത്തിന്റെ അച്ഛൻ PT ചാക്കോ. ആ PT ചോക്കായാണ് ഹൃദയം പൊട്ടി മരിച്ചത് കോൺഗ്രസുകാരുടെ വഞ്ചനയുടെ ചതിയുടെ ഫലമായിട്ട്. ആ PT ചാക്കോയുടെ മരണത്തിന്റെ ആ വികാരമുണ്ടല്ലോ, ആ വികാരത്തെ തൊട്ടുണർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ വികാരത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിന് രൂപം നൽകിയത് കോട്ടയത്തെ തിരുനക്കര മൈതാനത്ത് വെച്ച് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് രൂപം നൽകിയത് KM ജോർജ്, ജോസഫ് പുലിക്കുന്നേൽ അടക്കമുള്ള നേതാക്കന്മാർ ചേർന്നുകൊണ്ടാണ്. ജോസഫ് പുലിക്കുന്നേലും KM ജോർജും എല്ലാം ചേർന്ന് രൂപം കൊടുത്ത കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ KM ജോർജിന്റെ മകൻ ഇന്ന് ഫ്രാൻസിസ് ജോർജ് ആ കോൺഗ്രസിന്റെ ഓരത്ത് കയറിയിരുന്നിട്ടാണ് നമ്മളോട് സമ്മതിദാന അവകാശം ചോദിക്കുന്നത്. ഫ്രാൻസിസ് ജോർജിന് സ്വന്തം പിതാവിനോട് ഒരു വിധേയത്വം ഉണ്ടെങ്കിൽ, ആ പിതാവ് കോൺഗ്രസിന്റെ വഞ്ചനയ്ക്കെതിരെ, ചതിക്കെതിരെ രൂപം കൊടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസുകാരുടെ കൂടെ വന്ന് നമ്മളോട് വോട്ട് ചോദിക്കാൻ സാധിക്കുമോ? വോട്ട് ചോദിക്കുന്നത് ഒരു വഞ്ചനയല്ലാതെ പിതാവിന്റെ സ്മരണയോട് കാണിക്കുന്ന ഒരു വഞ്ചനയല്ലേ? അതേപോലെ തന്നെ മറ്റു നിരവധി ഇടതുപക്ഷത്ത് മത്സരിക്കുന്ന കേരള കോൺഗ്രസ്, KM മാണിയുടെ രാഷ്ട്രീയ നേതൃത്വം, രാഷ്ട്രീയ സംഭാവനയാണ് എന്ന് അവകാശപ്പെടുന്ന ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ്. ആ കേരള കോൺഗ്രസിന്റെ ചരിത്രവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. KM മാണി ഈ 64 കേരള കോൺഗ്രസ് രൂപം കൊള്ളുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോട്ടയം DCCയുടെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നത് പാലാ നിയമസഭാ സീറ്റും ഒരു ജീപ്പും കൊടുത്തിട്ടാണ് KM ജോർജ് അടക്കമുള്ള നേതാക്കന്മാർ KM മാണിയെ കേരള കോൺഗ്രസിന്റെ നേതാവാക്കുന്നത്. പാലാ നിയോജക മണ്ഡലം രൂപം കൊണ്ടത് മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം അവിടുത്തെ MLA ആയിരുന്നു, ഒരു സംശയവുമില്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ നേതാവായി. എന്റെ വിഷയം എന്ന് പറയുന്നത് അതല്ല. ഇവർക്ക് എന്ത് വേണേലും ആവട്ടെ, കേരള കോൺഗ്രസുകാർ അവർക്ക് അവരുടെ രാഷ്ട്രീയം. പക്ഷെ ചോദ്യം ഇതാണ്, കേരള കോൺഗ്രസ് 6 പതിറ്റാണ്ടുകൾ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഈ രൂപം കൊള്ളുന്ന സമയത്ത് പറഞ്ഞത് ഞങ്ങൾ കർഷകരുടെ പ്രസ്ഥാനമാണ്, കർഷകർക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, അധ്വാനവർഗ സിദ്ധാന്തം എന്നാണ് KM മാണി കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രത്യാശാസ്ത്രത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചോദ്യം ഇതാണ്, 60 വർഷക്കാലം പ്രവർത്തിച്ചിട്ട് കേരളത്തിലെ കർഷക സമൂഹത്തിന് എന്ത് സംഭാവനയാണ് ഈ കേരള കോൺഗ്രസ് നൽകിയിട്ടുള്ളത്? ആ സംഭാവന പരിശോധിച്ചാൽ മക്കൾ മാഹാത്മ്യമല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. കോട്ടയമാണ് കേരള കോൺഗ്രസിന്റെ ആസ്ഥാനം. ഇവിടെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്നത് കോട്ടയത്താണ്. ആ കോട്ടയത്ത് ഈ കേരള കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് 64 മുതൽ ഈ 2024 വരെ കേരള കോൺഗ്രസുകാരന്റെ 101 കഷ്ണങ്ങളും ഏതെങ്കിലും ഭരണകക്ഷിയുടെ ഭാഗമായി ഇരുന്നിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും കേരള കോൺഗ്രസുകാരൻ ഭരണകക്ഷിയുടെ ഭാഗമായിരുന്നു. ഈ റബ്ബർ കർഷകർക്ക് വേണ്ടി എന്തു ചെയ്തു? ഇന്ന് കേരളത്തിലുള്ളതിനേക്കാൾ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ഉള്ളത് പഞ്ചാബിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് ഇവിടെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ കൊണ്ടുവരാൻ തയ്യാറായില്ല? അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധപ്പെട്ട മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങാൻ, നമ്മുടെ നാട്ടിൽ ഒരു ബലൂൺ ഉണ്ടാക്കുന്ന കമ്പനി തുടങ്ങാൻ, നമ്മുടെ നാട്ടിൽ ഒരു ചെരുപ്പുണ്ടാക്കുന്ന കമ്പനി തുടങ്ങാൻ ഈ വക അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഈ കേരള കോൺഗ്രസുകാർ കേരളത്തിനോട് എന്തെങ്കിലും നീതി പുലർത്താൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ, അവർ ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇവിടെ വലിയ സംഭാവനകൾ റബ്ബർ കാർഷിക മേഖലയിൽ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് പറയാം, അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ഇന്ന് KM ജോർജിന്റെ മകൻ ഇവിടെ MP ആയിരുന്നു. ഇതിനു മുമ്പ് ഇടുക്കിയെ പ്രതിനിധീകരിച്ച MP, അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ വന്നു. മറ്റൊരു കേരള കോൺഗ്രസ് നേതാവ് KM മാണിയുടെ മകൻ MP ആയി നമ്മുടെ കൂടെയുണ്ട്, രാജ്യസഭാംഗമായി ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി തോമസ് ചാഴിക്കാടൻ MP ആയിരുന്നിട്ടുണ്ട്. നിങ്ങളുടെ പിറവം നിയോജക മണ്ഡലത്തിൽ GM ജേക്കബ് എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ മകൻ അനൂപ് ജേക്കബ് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായിരുന്നു, ഇപ്പോൾ MLA ആയിട്ട് നമ്മൾ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാ ആർക്കാലക്ഷമുള്ള കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് KM ജോർജ് അടക്കമുള്ളവർ.
ജോസഫ് പുലിക്കുന്നേലും അടക്കമുള്ളവർ ആ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ആ വേദിയിൽ വിളക്ക് കൊളുത്താനുണ്ടായിരുന്ന ഒരു നേതാവാണ് ആർ ബാലകൃഷ്ണപിള്ള. ആ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയാണ്. ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസുകാർ രൂപം കൊണ്ടതുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുത്തത് കൊണ്ടുണ്ടായ നേട്ടം എന്ന് പറയുന്നത് ഇത്തരം നേതാക്കള് ആ നേതാക്കളുടെ മക്കൾക്കെല്ലാം MP സ്ഥാനവും MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും കിട്ടി. അവരെല്ലാം രാഷ്ട്രീയ രംഗത്ത് വലിയ ആളുകളായി മാറി എന്നുള്ളതല്ലാതെ കേരളത്തിലെ കർഷകർക്ക്, കോട്ടയത്തെ കർഷകർക്ക് ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മളുടെ മുമ്പിലുണ്ട്. CPM-കാരും കോൺഗ്രസുകാരുമുണ്ട്. ഇതിനെ മുഴുവനും വഹിക്കേണ്ടി വരുന്നത് കോൺഗ്രസുകാരും CPM-കാരുമാണ്. ഇവരെല്ലാം ജയിക്കുന്നത് CPM-കാരുടെ ലവി അടയ്ക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള വലിയ സഖാക്കളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളുടെ സുഹൃത്തുക്കളായ ചുമട്ടുതൊഴിലാളികളായിട്ടുള്ള കർഷക തൊഴിലാളികളായിട്ടുള്ള CPM-കാരുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന CITU-ന്റെ തൊഴിലാളികളുണ്ട്. അവർ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അവരുടെ അധ്വാനത്തിൽ അവരുടെ മക്കൾക്ക് കഞ്ഞി കുടിക്കേണ്ട കാശിൽ നിന്ന് ഒരു വിഹിതം പാർട്ടിക്ക് ലവിയായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലവി കൊടുക്കുന്ന CPM-ന്റെ സഖാക്കന്മാരുണ്ടല്ലോ, അവരുടെ ചോര ഊറ്റി കുടിച്ച് അവരുടെ വേർപ്പിന്റെ ഫലമായി ആണ് ഈ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മക്കളെല്ലാം ഇന്ന് ഭരണാധികാര കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുള്ളത്. തിരിച്ചു കോൺഗ്രസുകാരുടെ സ്ഥിതി അത് തന്നെയാണ്. സാധാരണ കോൺഗ്രസുകാരുണ്ടല്ലോ, ആ സാധാരണ കോൺഗ്രസുകാർ ഇന്ന് SDPI-യുടെ പുറകെ പോകുന്ന കോൺഗ്രസുകാരുണ്ട്. അവരല്ല സാധാരണ മഹാത്മജിയുടെ ആദർശത്തെ മുറുകെ പിടിക്കുന്ന കോൺഗ്രസുകാർ. ആ കോൺഗ്രസുകാരുടെ വിയർപ്പിന്റെ ഫലമായി കേരള കോൺഗ്രസുകാർ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നു. അവരെ ഉപയോഗിച്ച് അധികാരത്തിൽ വരുന്ന മക്കൾക്ക് വലിയ വലിയ ഗുണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതല്ലാതെ കേരളത്തിൽ ഒരു പ്രയോജനവുമില്ല, യാതൊരു പുരോഗതിയും ഉണ്ടാവാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഒരേ ഒരു മാർഗമേ ഉള്ളൂ. രാഷ്ട്രീയമായ പുനർവിചിന്തനത്തിന് സമൂഹം തയ്യാറാണ്. ഞാനും നിങ്ങളും അടക്കമുള്ളവർ വഴിയെ നടക്കുമ്പോ, ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോ, ചായ കുടിക്കാൻ പോകുമ്പോ, പലചരക്ക് കടയിൽ പോകുമ്പോ, റേഷൻ കടയിൽ പോകുമ്പോ, ഇവിടെ നമ്മൾ സൂചിപ്പിച്ചല്ലോ 200 കിലോ അരിയാണ്. 200 കിലോ അരിയാണ് കേരളത്തിലെ ഒരു BPL ലിസ്റ്റുകാരന് കഴിഞ്ഞ 40 മാസമായി നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകിയിട്ടുള്ളത്. പ്രതിമാസം 5 കിലോ അരി വെച്ച് 40 മാസം എന്ന് പറഞ്ഞാൽ 200 കിലോ അരി സൗജന്യമായി കിട്ടി. കിസാൻ സമ്മാൻ നിധിയിലൂടെ 32,000 രൂപയാണ് ഓരോ കർഷകന്റെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ സമർത്ഥമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള വെല്ലുവിളി. അതില് മാജിക്കുകളൊന്നുമില്ല, എളുപ്പ വഴികളില്ല, കുറുക്കു വഴികളില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തരായ പ്രവർത്തകന്മാർ ഊണ് വേണ്ട, ഉറക്കം വേണ്ട എന്ന് തീരുമാനിക്കണം. വീടാന്തരം കയറണം. എല്ലാ വീടുകളിലെയും വോട്ടർ പട്ടിക നമ്മുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ ബൂത്തിലെ വോട്ടർ പട്ടികയുണ്ട്. ആ വോട്ടർ പട്ടിക വെച്ച ആ ബൂത്തിലെ, എന്റെ ബൂത്തിലെ അവസാനത്തെ വോട്ടറെയും കണ്ട് തുഷാർ വെള്ളാപ്പള്ളി ജയിക്കേണ്ടതിന്റെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് മോഡി ആ വ്യക്തിക്ക്, ഓരോ വീട്ടിലെയും ഓരോ വ്യക്തിക്കും നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകിയ സംഭാവനകൾ എന്ത്, ക്ഷേമ പദ്ധതികൾ എന്ത്, വികസന പദ്ധതി എന്ത് എന്നത് വിശദീകരിച്ചുകൊണ്ട് കുട്ടമാണ് നമ്മുടെ ചിഹ്നം എന്നത് അവരെ പറഞ്ഞു ധരിപ്പിച്ച് അവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ ഉറപ്പായി ഞാൻ പറയുന്നു, യാതൊരു സംശയവും വേണ്ട, ജൂൺ മാസം 4-ാം തീയതി സൂര്യൻ ഉദിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ കാണേണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. APJ അബ്ദുൽ കലാം, സ്വർഗീയനായ നമ്മുടെ മുൻ രാഷ്ട്രപതി നമ്മളോട് പറഞ്ഞു, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഇന്ന് കാണേണ്ട ഒരു സ്വപ്നമുണ്ട്. ജൂൺ മാസം 4-ാം തീയതി ഒരു 12 മണിയാവുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിച്ച് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മളുടെ നേതാവ് ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് ജനാധിപത്യ കോട്ടയത്തിന്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പര്യടനം ആരംഭിക്കും. ആ പര്യടനം ഏതാണ്ട് സന്ധ്യയാവുമ്പോ, അല്ലെങ്കിൽ ഏതാണ്ട് ഈ സമയമാകുമ്പോ, ജൂൺ മാസം 4-ാം തീയതി സായം സന്ധ്യയെ കഴിയുന്ന സമയത്ത് ഈ പിറവത്ത് എത്തിച്ചേരും. ഈ പിറവത്ത് 3 രാജാക്കന്മാരുടെ മണ്ണിലേക്ക് വിജയശ്രീലാളനായി തുഷാർ വെള്ളാപ്പള്ളി കടന്നു വരുമ്പോ ആ തുഷാർ വെള്ളാപ്പള്ളിയെ കാരാർപ്പണം നടത്തി സ്വീകരിക്കുന്നതിന്റെ ചിത്രം ഞാനും നിങ്ങളും അടക്കമുള്ളവർ ഇന്ന് മുതൽ നമ്മളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമായി മാറിയാൽ ഉറപ്പായിട്ട് നമുക്ക് ജയിക്കാൻ സാധിക്കും. ഈ രാഷ്ട്രീയമായി വഞ്ചകരെയും ചതിയന്മാരെയും കേരളത്തിന്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പത്തെ
നരേന്ദ്രമോദിയുടെ ആ സമത്വ സന്ദേശത്തെ കേരളത്തിൽ നടപ്പിലാക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് വരണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആരംഭിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയെ കുടമലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുവാനുള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിറവത്തെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഈ ഇന്ത്യയുടെ പോരാട്ടത്തിന്റെ പോർമുഖത്തെ തീപ്പന്തങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറണമെന്ന് മാത്രം വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷമിക്കാൻ സന്മനസ് കാണിച്ചു നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി BDJSന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആരാധനായ ശ്രീ CP സത്യൻ അവരുടെ ക്ഷണിച്ചു. ഏറെ പ്രിയങ്കരനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ മധുചേട്ടൻ, ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ട നമ്മുടെ ഒക്കെ പ്രിയങ്കരിയായ പ്രീതി അമ്മ, ഈ യോഗത്തിലേക്ക് BDJSന്റെ ജില്ലാ പ്രസിഡന്റ് പ്രകാരത്തിനെയും സെക്രട്ടറിയെയും സ്വാഗതം. എന്താണേലും ഇനിയൊരു പ്രസംഗത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും വിശദമായി എൻ്റെ സഹപ്രവർത്തകർ മുഴുവനും ഇവിടെ നിരത്തി. എനിക്കൊന്ന് കാര്യങ്ങൾ മാത്രം, ഈ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇനി ഈ പറഞ്ഞ പോലെ 20 ദിവസം മാത്രമേ ഉള്ളൂ. ആ 20 ദിവസവും തുടങ്ങുന്നത് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ദിവസങ്ങളായി ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതും ശുഭാപ്തി വിശ്വാസമാണ്. അപ്പോൾ നമുക്കറിയാം, മോദിജിയുടെ പടയോട്ടം വടക്ക് നിന്നും തെക്കോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഉറക്കം കെടുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇടത് വലത് മുന്നണികളുണ്ട്. ആ മുന്നണികളുടെ ശക്തമായ പ്രഹരം നമുക്ക് ഏറ്റുവാങ്ങേണ്ടതായി വരികയുണ്ട്. ഇങ്ങോട്ട് അടുപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. നമുക്കറിയാം, ഇവിടെ ഭരണവിരുദ്ധ വികാരങ്ങളും സാധാരണ ജനങ്ങളും പട്ടിണിയുടെ പരിവട്ടവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പാവപ്പെട്ട ജനങ്ങൾക്കും അറിയാം. അപ്പോൾ നമ്മൾക്ക് ഇത് പ്രയോജനപ്പെടുത്തി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നാളെ ഈ ജൂൺ മാസം 4-ാം തീയതി നമ്മുടെ സുഹൃത്തിന്റെ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജൂൺ മാസം 4-ാം തീയതി പിറക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇവിടെ നിന്നും ചരിത്ര വിജയങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അവിടെയൊക്കെ നമ്മൾ പുറത്തേക്ക് കടന്ന് ഇറങ്ങി വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്കാലവും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന്റെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കൊണ്ട് അവനൊരു പ്രചോദനം നൽകാതെ ആത്മവിശ്വാസങ്ങൾ കെടുത്തിക്കൊണ്ട് ഭിന്നിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ ഇത്രയും കാലം നമ്മൾ സഹിച്ചു. ഇനി നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി, ലോകാരാധ്യനായ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ ഓരോ കാഴ്ചപ്പാടുകളെയും വിശദമായി നമ്മളിവിടെ നമ്മുടെ സഹപ്രവർത്തകർ സൂചിപ്പിച്ചു. അതിന്റെ പുരോഗതിയിലേക്ക് ഇന്ത്യയും കേരളത്തെയും നയിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തെ ഇടതു വലത് മുന്നണികളുടെ കൈപ്പടിയിൽ ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്നത് ഇനി അസാധ്യമാവുകയാണ്. അത് അസാധ്യമാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അത് ഈ പ്രവർത്തനം, ഞാനും നിങ്ങളോടൊപ്പം ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കടന്നു വന്ന് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ച് ഇത്രയും കാലം ജീവിച്ചതിന് കടന്നു വരുന്ന ഒരു തലമുറയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കൊച്ചുമക്കളോട് നീതി പുലർത്തണമെങ്കിൽ ഇത്തവണ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് ഈ കേരളത്തിന്റെ അധികാരം കൂടി മോദിജിയോടൊപ്പം ചേർത്ത് നിർത്തി കൊടുക്കുവാൻ ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിലേക്ക് കേരളത്തിന്റെ പ്രതിനിധികളെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ ദാരിദ്ര്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ച് കൊച്ചു കേരളത്തെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ അക്ഷീണം പണിയെടുക്കേണ്ടിയിരിക്കുക. അതിനൊന്നേ ഉള്ളൂ, നമ്മൾ ശുഭാപ്തി വിശ്വാസമായി പുറത്തു നിന്ന് കിട്ടുന്ന പ്രലോഭനങ്ങൾ ഒന്നും വകവയ്ക്കാതെ ഓരോ വീടാന്തരങ്ങളിലേക്ക് കയറി മോദിജിയുടെ വികസന തന്ത്രങ്ങൾ, വികസന രേഖകൾ മുഴുവൻ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇവിടെ വൻമതിൽ സൃഷ്ടിക്കുകയാണ്. മോദിജി എന്ത് ചെയ്താലും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തരുത്, ഞങ്ങൾ എക്കാലവും ഇവിടെ ഭരിക്കണം എന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ആ മാറുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ തുഷാർജി ഉൾപ്പെടെയുള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന തുഷാർജി
ഈ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വൻ വിജയത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള ബാധ്യത ആണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തേക്കേണ്ടത്. ഇവിടെ നമുക്ക് BJP എന്നോ BDJS ഒന്നുമില്ല. ഒറ്റക്കെട്ടായി നിന്ന് പരസ്പരം ആലോചിച്ച് ശുഭാപ്തി വിശ്വാസത്തിന്റെ സഹോദരിമാരിലേക്കും സഹോദരന്മാരിലേക്കും പകർന്നു കൊടുത്തുകൊണ്ട് മുന്നേറിയാൽ ജൂൺ മാസം 4-ാം തീയതി ഈ ചരിത്രം തിരുത്തി എഴുതി കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഇടതു വലതു മുന്നണികളെ അമ്പരപ്പിച്ചിരിക്കുന്ന ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി നമുക്ക് പോകാം. നമ്മളുടെ സഹോദരങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുമ്പോട്ട് പോകണം. പഠിച്ച് അനലൈസ് ചെയ്തതിനു ശേഷമാണ് പറയുന്നത് ഈ ഭരണമെല്ലാം മാറും, ഇത്തവണ നമ്മുടേതായി നാളെ മാറും എന്ന് ഉറച്ച വിശ്വാസം എല്ലാവർക്കും പകർന്നുകൊണ്ട് ഞാൻ ഇന്നിവിടെ ഒരു 501 അംഗങ്ങളുടെ ഒരു ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രധാന ആളുകളെ പ്രഖ്യാപിക്കുകയാണ്. അതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം അവരോടൊപ്പം ഉണ്ടായിരിക്കണം, അവർ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു തന്നുകൊണ്ട് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി ബഹുമാന്യനും ദീർഘകാല പരിചയവും സ്ഥാനാർത്ഥിയായി നിന്നും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന ശ്രീ മധുചേട്ടനെ സാദരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. രണ്ടാമത് എളിയവനായി ഞാനാണ് ജനറൽ കൺവീനറായി ഇവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ സമയവും ഇതിനു വേണ്ടി ഇനി പ്രവർത്തിച്ച് വിജയത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഉറപ്പ് തന്നുകൊണ്ട് ജനറൽ കൺവീനറായി CP സത്യന് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. കൺവീനർ സിജു ഗോപാലകൃഷ്ണൻ, കൺവീനർ ശ്രീ NM സുരേഷ്, കൺവീനർ ശ്രീ അഭിലാഷ്, വൈസ് ചെയർമാൻ VS സത്യൻ, M ആശിഷ്, അഡ്വക്കേറ്റ് പ്രദീപ് ജോൺ, ഷീജ പരമേശ്വരൻ, MA വാസു, റോയി എബ്രാഹാം, സജോള്, TK പ്രശാന്ത്, ഷാജി കണ്ണങ്കോട്ടിൽ, വള്ളി രവി, KS ഉണ്ണികൃഷ്ണൻ, അജി പുഞ്ചാളയിൽ, രഞ്ജിത്ത്, അംബികാചന്ദ്രൻ, പ്രതീഷ് T, ബിജിമോഹൻ CK. തുടർന്ന് 501 അല്ലെങ്കിൽ 1001 മാറും. ഇതിന്റെ പ്രവർത്തകരോടൊപ്പം ഞങ്ങൾ ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങളെ സാദരം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൃതജ്ഞത പറയുന്നതിനായി BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ അഭിലാഷിനെ ക്ഷണിച്ചു. ഏറെ ആരാധനായ BDJSന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സത്യൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിറവം നിയോജക മണ്ഡലത്തിന്റെ നല്ലൊരു കൺവെൻഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് ഇനിയുള്ള 20